निवारो मैया दुख निवारो मैया दुख निवारो मैया दुख निवारो मैया तेरी भक्त जनों की मैया दुख निवारो मैया तेरी भक्त जनों की मैया दुख निवारो मैया दुख निवारो मैया तेरी भक्त जनों की मैया दुख निवारो तेरी भक्त जनों की मैया मंगलकारिणी मां मंगलकारिणी मां मंगलकारिणी मां जय माता गौरी काली मां माता गौरी काली मां माता गौरी काली मां जय माता गौरी काली मां देवी दया करो मां दया करो मां जय माता गौरी काली मां काली मां दुख निवारो मैया दुख निवारो मैया तेरी भक्त जनों की मैया दुख निवारो मैया तेरी भक्त जनों की मैया मंगलकारिणी मां मंगलकारिणी माता गौरी काली मां माता गौरी काली मां माता गौरी काली मां माता गौरी काली मां स्वामी नमस्ते नदलोकबद्धो कारुण्य सिंधो पतितं भवाब्धो मामुद्धरात्मीय कटाक्षदृष्ट्या रज्ज्वादि कारुण्य सुधाभिविष्ट्या श्री गुरुभ्यो नमः सर्वत्र गोविन्द नाम संकीर्तനം നമ്മുടെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞാൽ ഓരോ കൽപ്പത്തിലും ബ്രഹ്മാവ് ജനിക്കപ്പെടുന്നതിനും ഭഗവാന്റെ ഉള്ളിൽ നിന്ന് അവതരിക്കുകയും എന്നിട്ടോ ഭഗവാൻ പ്രത്യക്ഷപ്പെടും, സൃഷ്ടിക്കാൻ അനുഗ്രഹം കൊടുക്കും. ബ്രഹ്മാവ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കും. കൽപ്പം തീരാറാകുമ്പോൾ സകല വസ്തുക്കൾ ബ്രഹ്മാവിൽ ലയിക്കും. ബ്രഹ്മാവ് ഭഗവാനെ ചെയ്യും. ഇങ്ങനെ ഓരോ കൽപ്പത്തിലും ആവർത്തിക്കൊണ്ടിരിക്കും. എങ്ങനെ ആവർത്തിക്കൊണ്ടിരിക്കും? ആദ്യം ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാനിൽ നിന്ന് ആര് വരും? ബ്രഹ്മാവ് വരും. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരുന്ന് പോകും. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് സൃഷ്ടിച്ചോളാൻ പറയും. ബ്രഹ്മാവ് പ്രപഞ്ച സൃഷ്ടി നടത്തും. കൽപ്പം തീരാറാകുമ്പോൾ എല്ലാം ആദ്യം ബ്രഹ്മാവിലേക്കും ബ്രഹ്മാവ് ഭഗവാനിലേക്കും. നമ്മളൊക്കെ ഈ ഭക്തിയുള്ളവരുടെ ഗതി എന്താ, ഭക്തി ഇല്ലാത്തവരുടെ ഗതി എന്താന്ന് ഏകാദശ സംബന്ധിച്ച് ചോദിക്കുന്നുണ്ട്. അതിന് പറയുന്നുണ്ട് പ്രളയകാലത്തും അവസാനമില്ലാത്ത, അതായത് നമ്മുടെ സാക്ഷികളി ഉണ്ടല്ലേ, കോട്ടയത്ത് നമ്മൾ എടുക്കുന്നുണ്ട് സാക്ഷികൾ ഇടുന്നവരെയാണ്. അപ്പൊ ആദ്യം നമ്മൾ ഒളിച്ചു. എവിടെ ഒളിച്ചു? ഈ ജന്മം, ഒരു ജന്മം കഴിഞ്ഞു, അടുത്ത ജന്മം കഴിഞ്ഞു, ഇങ്ങനെ കഴിഞ്ഞിട്ട് എന്താ പറയാ, വസ്ത്രം പഴയത് ഉപേക്ഷിച്ചിട്ട് പുത്തൻ ധരിപ്പത് പോലെ എത്രയും, അതായത് ഓരോ ശരീരത്തിലും മാറി മാറി സഞ്ചരിച്ചിട്ട് പ്രളയമായപ്പോഴത്തേക്ക് നമ്മൾ ബ്രഹ്മാവിൽ ലയിച്ചു, ബ്രഹ്മാവ് ഭഗവാനിൽ ലയിച്ചു. പക്ഷെ അടുത്ത കൽപ്പം ആരംഭിക്കുമ്പോ ഭഗവാൻ നോക്കിയപ്പോ നമ്മുടെയൊക്കെ വാസന ബാക്കിയുണ്ട്, നമ്മളൊക്കെ കണ്ടുപിടിച്ചു. ആര് കണ്ടുപിടിച്ചു? അങ്ങനെ വെല്ലുവിളിച്ച്
ചിരിക്കുന്ന ഡ്രസ്സൊക്കെ വെച്ച് കണ്ടുപിടിക്കും അല്ലെ. അതുപോലെ വാസന ബാക്കിയുള്ളത് കൊണ്ട് നമ്മളെയൊക്കെ കണ്ടുപിടിച്ചിട്ട് പ്രളയം കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം ഇല്ലത്തെ പിന്നെയും ജനിക്കണം. മനസ്സിലാകുന്നുണ്ടല്ലോ. അങ്ങനെ ജനിച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്, ഇടയ്ക്കിടെ വെള്ളത്തിൽ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോ എന്താ പ്രശ്നം? ഇനി ഭഗവാൻ വിളിച്ചിരിക്കുക, ആരെ കണ്ടുപിടിക്കണം? ആ കളി നടക്കണം. ഇപ്പൊ ആരെ വിളിച്ചിരിക്കുകയാണ്? ആദ്യം നമ്മൾ വിളിച്ചു, ആരെ കണ്ടുപിടിച്ചു? ഇപ്പൊ സാക്ഷാത്കാരം തിരിയും. ഇനിയിപ്പോ ആരെ വിളിച്ചിരിക്കുകയാണ്? ഭഗവാനെ വിളിച്ചിരിക്കുക, നമ്മള് കണ്ടുപിടിക്കുക. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പൊ അങ്ങനെ ഓരോ കല്പത്തെ, ആദ്യത്തെ കല്പത്തിന്റെ പേര് ബ്രാഹ്മകല്പം, ബ്രഹ്മാവ് സത്യലോകത്ത് പ്രത്യക്ഷപ്പെട്ടു. രണ്ടാമത്തേത് പാത്മകല്പം, ബ്രഹ്മാവ് താമരയിൽ പ്രത്യക്ഷപ്പെട്ടു. മൂന്നാമത്തേത് വാരാഹകല്പം, ഭഗവാൻ വരാഹമായിട്ട് അവതരിച്ച കല്പം. 3 കല്പമേ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളൂ, അത്ര പറഞ്ഞിട്ടുള്ളൂ. 4 കല്പമാകുമ്പോൾ നമ്മുടെ ബ്രഹ്മാവിന്റെ ആയുസ്സും തീരും. അതിന്റെ പേര് പറഞ്ഞില്ല, ഒരുപാട് കാലം കഴിഞ്ഞിട്ട് വരുന്നതാണല്ലേ. പിന്നെ നമ്മളോട് അന്നേരം പറഞ്ഞാൽ മതി, ഇപ്പോഴേ പറയണ്ടല്ലോ. അന്ന് നമ്മൾ കാണും മറ്റൊരു ബാക്കിയുള്ളവരുണ്ട്, ഏത് ബാക്കിയുള്ളവരുണ്ട്. അപ്പൊ അതുകൊണ്ട് അന്നേരം പറഞ്ഞാൽ പ്രയോജനത്തിലായിരിക്കും. 3 കല്പം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബ്രാഹ്മകല്പം, ആത്മകല്പം, വാരാഹകല്പം. ഇപ്പൊ 3ാമത്തെ സ്കന്ധത്തിൽ നമ്മള് ആത്മകല്പത്തെ കുറിച്ചിട്ടാണല്ലോ പറഞ്ഞത്. ഭഗവാന്റെ പൊക്കിളിൽ നിന്ന് താമര കണ്ടുയർന്നു വന്നു, താമര വിരിയും, ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ഇനിയോ ഭഗവാൻ സൃഷ്ടിക്കാനായി ആഗ്രഹം കൊടുത്തു. ബ്രഹ്മാവ് എന്ത് സൃഷ്ടിച്ചു? അജ്ഞാനം, മോഹം, മഹാമോഹം, താമസം, അന്ധതാമസം സൃഷ്ടിച്ചു. ഇത് കൊള്ളില്ലാതെ കണ്ടപ്പോ ഭഗവാനെ തപസ് ചെയ്തു, സനകാദികളെ സൃഷ്ടിച്ചു. നോക്കുന്നുണ്ട് 4 പേര്. സനകാദികളോട് സൃഷ്ടിയിൽ സഹായിക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ട സനകാദികൾ വീട് വിട്ടു പോയി പറഞ്ഞു. അപ്പോഴാണ് ഭഗവാൻ ബ്രഹ്മാവിന് അവരോട് കോപം ഉണ്ടായത്. കോപം ദുർവിഷകം ജാതം നിയന്തുമുപചക്രത, ഉള്ളിൽ കിടക്കാൻ തീരുമാനിച്ചു ബ്രഹ്മാവ്. ആ കോപം ബ്രഹ്മാവിന്റെ ഉള്ളിൽ നിന്നില്ല, നെറ്റിയുടെ നടുക്ക് നിന്ന്. നെറ്റിയുടെ നടുക്ക്, പുരിയത്തിന്റെ നടുക്കുന്ന ക്രോധം ചാടിപ്പോയി, പുതിയൊരു ജീവനായിട്ട് ചാടിപ്പോയി, കരഞ്ഞ് നിലവിളിച്ച് പോയത്. അങ്ങനെ രോദനം ചെയ്തു പോയത് കൊണ്ട് രുദ്രൻ. അപ്പൊ ബ്രഹ്മാവിന്റെ നെറ്റിയിൽ നിന്ന് രുദ്രൻ ചെയ്തു. അപ്പൊ ഞാൻ ആരാണ്? എന്റെ പേരെന്താണ്? ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടത്? ഞാൻ എന്താണ് കഴിക്കേണ്ടത്? ഞാൻ ആരെയാണ് കല്യാണം കഴിക്കേണ്ടത്? ഇതൊക്കെ ചോദിച്ചാണ് കഴിച്ചത്. അങ്ങനെ ഒന്നായിരുന്ന രുദ്രൻ 11 തീർന്നു. ചിലപ്പോ കഴിച്ചതിന്റെ ശക്തി കൊണ്ടായിരിക്കല്ലേ അങ്ങനെയുണ്ടായി. ചില കുട്ടികളെ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പേരുള്ള പോലെ തോന്നും, അത്ര ഒച്ചയാണ്. അപ്പൊ അങ്ങനെ ഒന്നായിരുന്ന രുദ്രൻ എത്രയായിട്ട് തീർന്നു? 11 തീർന്നു. ബ്രഹ്മാവ് 11 പേർക്ക് ഭാര്യമാരെ സൃഷ്ടിച്ചു കൊടുത്തു. ഇവര് വലിയ ഭൂതഗണങ്ങളെയൊക്കെ സൃഷ്ടിച്ചു. അവര് ഭൂമി മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ അറിഞ്ഞത് കണ്ടു. ബ്രഹ്മാവ് ഭയപ്പെട്ടിട്ട് 11 പേരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി മക്കൾ എവിടെയെങ്കിലും പോയിട്ട് തപസ് ചെയ്യും, ഞാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി? സൃഷ്ടി നടത്തിയാൽ മതി. അങ്ങനെ രുദ്രന്മാരെ പറഞ്ഞു വിട്ടു. സപ്തർഷികള് 7 പേരെ സൃഷ്ടിച്ചു ബ്രഹ്മാവ്, സപ്തർഷികൾ. ഇനിയാണ് ഇന്നലെ പറഞ്ഞ പ്രജാപതിമാര് 10 പേരെ സൃഷ്ടിച്ചത്. അപ്പൊ നമ്മൾ ക്രമത്തിൽ നോക്കിയാല് സനകാദികള് 4 പേര്, രുദ്രന്മാര് 11 പേര്, സപ്തർഷികള് 7 പേര്, പ്രജാപതിമാര്. ഇങ്ങനെ സൃഷ്ടി തുറന്നുകൊണ്ടിരിക്കുക. പിന്നെ ബാക്കി എല്ലാത്തിനും സൃഷ്ടിക്കണം അല്ലേ? ബാക്കി ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളൊക്കെ സൃഷ്ടിക്കണം. അപ്പൊ അതിനൊക്കെ ബ്രഹ്മാവിത്രയും നാൾ വിചാരിച്ചത്, ഒന്നായ ഞാൻ കലറാവട്ടെ. അങ്ങനെയാകുമ്പോഴോ പല തരത്തിൽപ്പെട്ട മാവുണ്ടാകും, പിന്നെ പല തരത്തിൽപ്പെട്ട പ്ലാവുണ്ടാകും, ഉദാഹരണത്തിന് വാഴ ഉണ്ടാകും, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഒരു സൃഷ്ടി ഉണ്ടാവില്ല. ഇപ്പൊ മാവ് തന്നെ ഉദാഹരണം, മാവ് വലുതായി, അതിലൊക്കെ ധാരാളം മാങ്ങ ഉണ്ടായി, മാങ്ങയൊക്കെ താഴെ വന്നിട്ട് പിന്നെ എന്തായി തീരണം? മാവായിട്ട് തീരണം. പിന്നെ അങ്ങനെ ഉണ്ടാവുന്നില്ല. ഇത്രയും മനസ്സിലാവുന്നുണ്ട് അല്ലേ? അതായത് സർഗം നടക്കുന്നുണ്ട്, വിസർഗം നടക്കുന്നില്ല. സൃഷ്ടി നടക്കുന്നുണ്ട്, സൃഷ്ടി വർദ്ധിക്കുന്നില്ല. ഇപ്പൊ ബ്രഹ്മാവ് ചിന്തകൾക്ക് ഒരു മാറ്റം വരുത്തി. ഒന്നായി ഞാൻ പലതാവട്ടെ എന്നുള്ളത് മാറ്റിയിട്ട് 2 ആവട്ടെ എന്ന് കിട്ടി. ഏകോപം ദ്വിധാസ. അങ്ങനെ ഒന്നായിരുന്ന ബ്രഹ്മാവ് 2 അവിടെ നിന്ന് വെയിൽ കൊള്ളുന്നുണ്ട്. പിന്നെ പോയാലും ഇപ്പൊ വന്നിരുന്നത് ഞാൻ ഈ വട്ടക്കാരാണല്ലോ. അപ്പൊ ഒന്നായിരുന്നാൽ 2 ആവട്ടെ എന്ന് ചിന്തിച്ചു. അങ്ങനെ ഒന്നായിരുന്ന ബ്രഹ്മാവ് 2 ഒരു ഭാഗം പുരുഷൻ, ഒരു ഭാഗം സ്ത്രീ. അവിടെ ഇവിടെ കേട്ടിരിക്കുക, ഒരു ഭാഗം പുരുഷൻ, ഒരു ഭാഗം സ്ത്രീ. പുരുഷന്റെ പേര് സ്വയംഭുവൻ, സ്ത്രീയുടെ പേര് സകലുവ. സ്വയംഭുവനും സകലുവയും അവർ ദമ്പതികളായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അവർക്ക് മക്കളുണ്ടായി 5. പ്രിയവതൻ, ഉത്താരവാദൻ ആൺകുട്ടികള്, ആഭൂതി, ദേവഭൂതി, പ്രസൂതി പെൺമക്കൾ. ഇവരൊക്കെ വളർന്ന് വലുതായി വിവാഹപ്രായമായി.
അങ്ങനെ അവരുടെ കല്യാണക്കഥ പറയാൻ തുടങ്ങിയപ്പോഴാണ് അതിനിടയ്ക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞ സനകാദികളുടെ വൈകുണ്ഠ യാത്ര പറഞ്ഞത്. അതൊന്ന് പറഞ്ഞു കഴിഞ്ഞു. തിരിച്ചു വരികയാണ്. പ്രിയവ്രതൻ മൂത്ത മകനാണ്. അയാളുടെ തപസ് ചെയ്യാനായിട്ട് പോയി. നാരദനെ ഗുരുവായിട്ട് സ്വീകരിച്ച് തപസ്സിന് പോയി. അത് പോയി പ്രിയവ്രതൻ പോയി. പിന്നീട് പുത്രന്മാരൻ രാജ്യഭരണത്തിൽ അച്ഛനെ സ്വയംഭൂവിനെ സഹായിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ ഇളയ മകള് പ്രസൂതി നാല്, മൂത്തത് ആഹൂതി, നടുക്കുള്ളത് ദേവഹൂതി. അപ്പൊ ആഹൂതിയെ രുചി പ്രജാപതി കല്യാണം കഴിച്ചു. ആഹൂതി ആര് കല്യാണം കഴിച്ചു? രുചി. നല്ല പേരാണ് രുചി. ഭക്ഷണത്തിനൊന്നും എന്തില്ലാന്ന് പറയും ഇല്ലല്ലോ, നിങ്ങൾ ടേസ്റ്റ് തന്നെ പറയണം. മലയാളം ആരും പറയുന്നു അല്ലെ? അപ്പൊ രുചി പ്രജാപതി ആരെ കല്യാണം കഴിച്ചു? ആഹൂതിയെ കല്യാണം കഴിച്ചു. അല്ലേ? എന്നിട്ട് ഭഗവാൻ തന്നെ യജ്ഞൻ എന്ന പേരിൽ അവതരിച്ചു. കൂട്ടത്തില് ലക്ഷ്മി ദേവി ദക്ഷിണ എന്ന പേരിൽ അവതരിച്ചു. അങ്ങനെ 4-ാമത്തെ സ്കന്ധത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ 6 ശ്ലോകത്തിലാണ് വേദാവതാരം പറയാ യജ്ഞാവതാരം. യജ്ഞന്റെ കൂടെ ആര് വന്നു? ലക്ഷ്മി ദേവി. ഭഗവാന്റെ കൂടെ ആരും വരും? ആര് വരും? ലക്ഷ്മി വരും. അങ്ങനെ രുചി പ്രജാപതിയുടെ വംശപരമ്പരയാണ്. അതിന് ഭഗവാൻ സ്വീകരിച്ച അവതാരമാണ് യജ്ഞാവതാരം. പിന്നീട് നടുക്കുള്ള മകള് ദേവഭൂതിയുടെ കല്യാണം നിർത്തി മാറ്റിവെച്ചിട്ട്, കാരണം ദേവഭൂതി അതിസുന്ദരിയാണ്, രൂപശീല ഔദാര്യ ഗുണങ്ങൾ നിറഞ്ഞവരാണ്. അവിടെ ആരെ വേണമെങ്കിലും കല്യാണം കഴിപ്പിക്കാൻ, എപ്പോ വേണമെങ്കിലും കൊടുക്കാം. അതുകൊണ്ട് ഇളയ മകളായ പ്രസൂതിയുടെ കല്യാണം കഴിപ്പിച്ചു. എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ? പിള്ളേരൊക്കെ എങ്ങനെയാണ് നിർത്താൻ വയ്യുന്നത്, ചാടിപ്പോകുന്ന അദ്ദേഹം അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ദേവഭൂതിയെ അവിടെ നിർത്തി ആരെ നടത്തുകയാണ്? പ്രസൂതിയുടെ നടത്തി. പ്രസൂതിയെ ദക്ഷൻ കല്യാണം കഴിച്ചു. ദക്ഷൻ സ്വാമിജി ദക്ഷന്റെ അർത്ഥം പറഞ്ഞാണ് അല്ലെ? ശ്രേഷ്ഠൻ, സമർത്ഥൻ എന്നൊക്കെ അർത്ഥം പറഞ്ഞാൽ. അപ്പൊ ദക്ഷൻ ആരെ കല്യാണം കഴിച്ചു? ഇംഗ്ലീഷിൽ പറയണം. ദക്ഷൻ വെഡ്സ് ആരെ വെഡ്സി? ദക്ഷൻ പ്രസൂതിയെ വെഡ്സിട്ട് അതില് 16 പെൺമക്കളുണ്ടായി. 16 പെൺമക്കളുണ്ടായി. ഇവർക്കൊക്കെ നല്ല പേര് കൊടുത്താണ്. ശ്രദ്ധ, മൈത്രി, മുഖം, തുഷ്ടി, പുഷ്ടി, പ്രിയ, ഉന്നതി, മൂർത്തി, ഇങ്ങനെയൊക്കെ നല്ല പേര് കൊടുത്താണ്. പെൺമക്കളൊക്കെ വളർന്നു. ആരുടെ പെൺമക്കള്? ദക്ഷന്റെയും പ്രസൂതിയുടെയും പെൺമക്കൾ വളർന്ന് വിവാഹപ്രായമൊക്കെയായി. ആ സമയത്ത് യമധർമ്മരാജാവിന് ആദ്യത്തെ 13 പേരെ കൊടുത്തു. ആർക്ക് കൊടുത്തു? യമധർമ്മന്. എത്ര പേരെ കൊടുത്തു? 13 പേരെ കൊടുത്തു. അതില് 13ാമത്തെ പെൺകുട്ടിയുടെ പേര് മൂർത്തി എന്നാണ്. മൂർത്തി. അങ്ങനെ 13ാമത്തെ പെൺകുട്ടിയായിട്ടുള്ള മൂർത്തിയില് യമധർമ്മനെ ഭഗവാൻ നരനും നാരായണനുമായിട്ട് ആരംഭിച്ചു. അപ്പൊ 4-ാമത്തെ സ്കന്ധം 1-ാമത്തെ അധ്യായം 52-ാമത്തെ ശ്ലോകത്തില് നരനാരായണ മൂർത്തി സർവഗുണോത്തര നരനാരായണോ ഋഷി എന്നൊരു ചെറിയൊരു ശ്ലോകം. ശ്ലോകത്തില് അവതാരം പറയും. ഏതവതാരം? നരനാരായണ അവതാരം. തപസ്സിന്റെ ഗൗരവം നമ്മളെ പഠിപ്പിക്കാനായിട്ട് ഭഗവാൻ സ്വീകരിച്ച അവതാരമാണ് നരനും നാരായണനും. കഥ കേട്ട് വെച്ചോളൂ. കഥ കേട്ടോ. പണ്ട് സഹസ്രകവചൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു. എന്താ? പേര് സൂചിപ്പിക്കും പോലെ 1000 കവചം ഉണ്ടായിരുന്നു. ഇയാൾക്ക് പരമദുഷ്ടനാണ്. അപ്പൊ ഇയാളെ കൊല്ലണം. പക്ഷെ ഇയാൾക്ക് വരം വാങ്ങിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ 1000 വർഷം തപസ് ചെയ്തിട്ട് തുറന്ന 1000 വർഷം യുദ്ധം ചെയ്ത് ഒരു കവചം പോയിരിക്കും. അങ്ങനെ എത്ര കവചമുണ്ട്? അപ്പൊ കുറെ കാലം പിടിക്കുകയാണ് കല്യാണം. ഇത് തന്നെ ഭഗവാൻ മഹാവിഷ്ണു യമധർമ്മന്റെയും മൂർത്തിയുടെയും മക്കളായിട്ട് 2ആയിട്ട് അവതരിച്ചു. നരനും നാരായണനായി. എന്നിട്ടോ നാരായണൻ 1000 വർഷം തപസ് ചെയ്ത് അടുത്ത 1000 വർഷം ഇയാളോട് യുദ്ധം ചെയ്ത് ഒരു കവചം ഒളിച്ചു മാറ്റി. ഇടകാലം വന്നിരിക്കും. വെയിലുണ്ടാകും. കുട്ടികൾ നീങ്ങിയിരിക്കും. വെയിലുണ്ടാകും. ഒരു കവചം ഒളിച്ചു മാറ്റി. അപ്പോ അടുത്തത് നരൻ ആയിരുന്നു. അപ്പൊ നരൻ തപസ് ചെയ്യുന്ന സമയത്ത് നാരായണൻ യുദ്ധം ചെയ്യും. അങ്ങനെ അവരുടെ യുദ്ധവും തപസ്സും മാറി മാറി ചെയ്ത് നമ്മുടെ സഹസ്ര കവചന്റെ 999 കവചം കൊടുത്തു. ബാക്കി എത്രയുണ്ട്? ഒരെണ്ണേ ഉള്ളൂ. ഒരു കവചം ബാക്കിയായപ്പോ അന്നത്തെ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതാണല്ലേ നമ്മുടെ സഹസ്ര കവചൻ പുതിയ ശരീരം സ്വീകരിച്ചു. അയാള് സൂര്യന്റെയും കുന്തിയുടെയും മകനായിട്ട് കർണനായിട്ട് ജനിച്ചു. അതുകൊണ്ടാണ് കർണൻ ജനിച്ചപ്പോഴെന്തായത്? കവചം. കാരണം ഇയാള് കഴിഞ്ഞ യുദ്ധത്തിൽ ആരായിരുന്നു? സഹസ്ര കവചനാണ്.
ഇനിയിപ്പോ കർണനെ, അതായത് സഹസ്രകർണനെ കൊല്ലണമെങ്കിൽ എന്ത് വേണം? 1000 വർഷം തപസ്സും 1000 വർഷം യുദ്ധവും ചെയ്യാവുന്ന ഒരാൾ വേണം. അതിനിപ്പോ ആരേ ഉള്ളൂ? അതിന് സാധാരണ 100 വർഷം ആയുസുള്ള മനുഷ്യർക്ക് സാധ്യമല്ല. അവിടെ എന്ത് വേണം? നാരായണൻ കൃഷ്ണനായിട്ട് അവതരിച്ചു, നരൻ അർജുനനായിട്ടും അവതരിച്ചു. നാരായണൻ കൃഷ്ണനായി, നരൻ അർജുനനും ആയിട്ട് വന്നു. അങ്ങനെയാണ് അവര് ആരെ കൊന്നുകളയുന്നത്? കർണനെ കൊല്ലുന്നത്. അതായത് നമ്മള് മനുഷ്യര് നോക്കുമ്പോ അല്ലെങ്കിൽ അർജുനൻ നോക്കുമ്പോ കർണനെ കാണുന്നത്, പക്ഷെ കൃഷ്ണൻ നോക്കുമ്പോ ആരെയാണ് കാണുക? സഹസ്രകർണനെയാണ് കാണുക. ഈ സഹസ്രകർണൻ ഏതെല്ലാം രൂപം സ്വീകരിച്ചാലും കൃഷ്ണനെ തിരിച്ചറിയും. അതാണല്ലേ? അതിപ്പോ ആദ്യ രൂപത്തിൽ വന്നൊക്കെയാണ് കർണന്റെ രൂപത്തില്. പക്ഷെ ഭഗവാൻ ആളെ തിരിച്ചറിയാവുന്നതുകൊണ്ട് അർജുനനെ കൊണ്ട് ആരെ കൊല്ലിച്ചു? സഹസ്രകർണനെ കൊല്ലിച്ചു. കർണന്റെ മാത്രം കഥ നോക്കിയാല് നമ്മൾ ഇപ്പോഴത്തെ ആൾക്കാർ പറയുന്നത് വളരെ മോശമായിട്ട് ആരെ കൊന്നത്? കർണനെ കൊന്നതൊക്കെ പറഞ്ഞാണ്. അതാണ് കൃഷ്ണനെ എങ്ങനെയെങ്കിലും അപമാനിക്കുന്നതല്ലേ? അതിനാണ് ഈ ശ്രമം കൂടെ. അതിന് മര്യാദയ്ക്ക് മഹാഭാരതം ഭാഗവതം പഠിച്ചാൽ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഇതിലൊരു സംശയം നമുക്കുണ്ടാവില്ല. പിന്നീട് ഇവർ രണ്ടുപേരും ബദരിയിൽ തപസ്സിലാണ്. ബദരിയിൽ തപസ് ചെയ്യും. ആര്? നരനും നാരായണനും ബദരിയിൽ തപസ് ചെയ്യും. ഈ ഹിമാലയം മുഴുവനും ഏതാണ്ട് ശിവ ആരാധന പ്രധാനമാണ്. എന്നാലും ഈ ബദരിനാഥ് മാത്രം മഹാവിഷ്ണുവോട് ബന്ധപ്പെട്ടാണ്. കാരണം ഭഗവാൻ അവിടെ ഏത് രൂപത്തിലാണ് ഇരിക്കുക? നരനും നാരായണനുമായിട്ട്. ഭാരതത്തിന്റെ പഴയ പേരാണ് അജനാഭം. ഓർക്കുന്നുണ്ടല്ലേ? ഈ അജനാഭത്തിലെ ഭാരതത്തിലെ അധിഷ്ഠാന ദേവതകളാണ് നരനും നാരായണനും. നമ്മുടെയൊക്കെ അധിഷ്ഠാന ദേവതയായിട്ട് ഭഗവാൻ എവിടെയുണ്ട്? ബദരിയില് കുടികൊള്ളുന്നു. ഏത് നേരം തപസ് ചെയ്യും. ഇതിലേക്ക് വേറെ ഒരു സംഭവമുണ്ടായി. ഈ നരനും നാരായണനും തപസ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ തപസ് കണ്ടപ്പോ സ്വർഗത്തെക്കാളും ഐശ്വര്യമായി തീർന്നു ഭാരതം. ഇത് കണ്ടപ്പോ ദേവേന്ദ്രൻ അസൂയ മൂത്തു. ദേവേന്ദ്രൻ 80-20 അങ്ങനെയുള്ള പെണ്ണുങ്ങളുടെയും കാമദേവനെയും ഒക്കെ ഇവരുടെ തപസ് ഇറക്കാൻ പറഞ്ഞു. ആരുടെ തപസ്? അവര് 10,000-ഓളം വർഷം നരനാരായണനാണ് ചുറ്റും കിടന്ന് ഡാൻസ് ചെയ്തു. എല്ലാ ഡാൻസും ചെയ്തു. കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം, പുതിയത് വരെ എടുത്തു നോക്കി. സുംബാല എന്താ പറയാ, അതുവരെ എടുത്തു നോക്കി. എന്നിട്ടും ഒന്നും പറ്റിയില്ല. ഒരു കുലുക്കവും ഇല്ല, കൂസലും ഇല്ല. കാമദേവൻ 5 അസ്ത്രമുണ്ട്. പലതും പലതരത്തിൽ അയച്ചു നോക്കിയിട്ടും അനക്കയില്ല. അങ്ങനെ ഇരുന്നപ്പോ നാരായണ മഹർഷി ഒരു ദിവസം കണ്ണു തുറന്നിട്ട് തൊടയിൽ ഇങ്ങനെ താളം തട്ടുന്നവർ തട്ടുക. തൊടലൊക്കെ കുറെ കാലമായി ചെടി ഉണ്ട് തൊടയില്. ആ ചെടി ഉരുട്ടിയെടുത്തിട്ട് കയ്യിലെടുത്തിട്ട് ഒരു പെണ്ണിനെ സൃഷ്ടിച്ചു. അങ്ങനെ തൊടയിൽ നിന്ന് ഉണ്ടാക്കുക. പൂരൊന്നും തുടക്കൊരു പേരുണ്ട്. തൊടയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് ഉർവശി. അതിസുന്ദരിയെ ഉർവശി ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് ആർക്ക് കൊടുക്കണം? ദേവതന് കൊടുക്കണം എന്ന് പറയുകയും. അതായത് ഉർവശിയെ പോലെ 10,000-കണക്കിന് സ്ത്രീകളെ ഇനിയും നിർമ്മിക്കാൻ കരുത്തുള്ളവരാണ് ഇവിടെ നാട്ടിൽ കാണിച്ചു കൊടുത്തു. ദേവതനെ കാണിച്ചു കൊടുത്തു. ദേവതൻ സംഘമായിട്ട് പോവുകയും ചെയ്തു. സംഘമായിട്ട് കൊണ്ടുവന്ന എല്ലാത്തിനെയും വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഇങ്ങനെ നരനാരായണന്മാര് ഇന്നലെ നമ്മൾ പറഞ്ഞില്ല, എവിടെ ശരീരിക്കുന്ന അവിടെ തന്നെ മനസ്സും ബുദ്ധിമുട്ട്. അതും അവസ്ഥ തന്നെയാണ്. വളരെ ചെയ്തോണ്ടിരിക്കും. വേറെ എന്തെങ്കിലും ഇടയ്ക്ക് വന്നാലോ ചെടി വൃത്തിയായിട്ടില്ല. ഇവിടെ നിങ്ങൾ അത് ചെയ്യണം അല്ലേ? ആരെങ്കിലും നിങ്ങളോട് വർത്തമാനം പറയാൻ വന്നാൽ എന്ത് കേൾക്കണം? ഞങ്ങളാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇവിടെ മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി. ഇപ്പൊ നമ്മളിത് കേൾക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം അത്ര. അപ്പൊ അങ്ങനെ നരനാരായണ അവരവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ 13 പേരുടെ കാര്യം പറഞ്ഞു അല്ലെ? ദക്ഷന്റെയും പ്രസൂതിയുടെയും 16 പെൺമക്കളിൽ 13 പേരെ ആർക്ക് കൊടുത്തു? യമധർമ്മന് കൊടുത്തു. 14-ാമത്തേതിനെ അവൻ. 14-ാമത്തിന്റെ പേര് സ്വാഹ എന്നാണ്. എന്താണ് പേര്? സ്വാഹ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. എവിടെ കേട്ടു? ഹോമിക്കുമ്പോ കേട്ടിട്ടുണ്ട് അല്ലെ? അതായത് ഈ അഗ്നിക്കാണ് സ്വാഹയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. അഗ്നിയുടെ ഭാര്യയാണ് സ്വാഹ. അഗ്നി വളരെ മര്യാദക്കാരനായതുകൊണ്ട് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ആരുടെ പേരിലും പറയണം. അതാണ് വലിയൊരു മര്യാദയായിരുന്നു. അഗ്നിക്ക് കൊടുത്തു. 15-ാമത്തെ പെൺകുട്ടിയുടെ പേര് സ്വധ എന്നാണ്. സ്വധയെ പിതൃക്കൾക്ക് കൊടുത്തു. സുധയല്ല, സ്വധ. സ്വധയെ പിതൃക്കൾ കൊടുത്തു. 16-ാമത്തെ പെൺകുട്ടി സതിയെ കൊടുത്തു. പരമശിവന് കൊടുത്തു. ആ വംശത്തിൽ കുട്ടികളൊന്നും ഉണ്ടായില്ല എന്നും പറഞ്ഞു. പിന്നീട് സതി ഹിമാലി മേനയുടെയും
മകളായിട്ട് പാർവതിയായിട്ട് ജനിച്ചിട്ട് തപസ് ചെയ്ത് ഭഗവാൻ എത്തിച്ചത്. കരുണാസാഗരനൊക്കെ ആയിട്ടുള്ള ഭഗവാൻ, കരുണാകരനൊക്കെയാണ് പറയുന്നത്. പരമശിവനെ പകുതി ശരീരം തന്നെ ആർക്ക് കൊടുത്തു? പാർവതിക്ക് കൊടുക്കുകയും ചെയ്യുക. അങ്ങനെയല്ല ദക്ഷയാഗം കഥയാണെങ്കിൽ നമുക്ക് 10 മണിക്കായി പറഞ്ഞു തരാൻ പോണത്, പത്തനംപള്ളി പറഞ്ഞു തരാൻ പോണത്. നമുക്ക് തിരിച്ച് എങ്ങോട്ട് വരാം? ഈ നടുക്കത്തെ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ദേവഭൂതിയെ. ദേവഭൂതിയെ കർദമൻ എന്ന പ്രജാപതിക്കാണ് കൊടുത്തത്. കർദമൻ, ഈ കർദമൻ സമർത്ഥനാണ്, അവസാനം എപ്പോഴും. അദ്ദേഹത്തിന് കൊണ്ട് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ ഭഗവാന്റെ നിർദ്ദേശം അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കാം, പക്ഷേ കുട്ടികളുണ്ടായാൽ ഞാൻ വീട് വിട്ടു പോകും. ഇങ്ങനെ കുട്ടികളുണ്ടായാൽ ആ സമയത്ത് വെക്കളയും. നമ്മളാണെങ്കിൽ പിന്നെ കൊടുക്കില്ല അല്ലേ? ഇതിന്റെ ആരും നോക്കും നിങ്ങളെ? ഇവരുടെ ആശ്രമം ബിന്ദു സരസ് എന്നുള്ള കാലത്തിന്റെ തീർത്ഥാണ്. അവിടെ കർത്തവൻ ഇരിക്കുന്നു. കർത്തവന് വലിയ ആഘോഷമായിട്ടാണ്. 2 അധ്യായത്തോളമാണ് ഇവരുടെ കല്യാണക്കഥ കണ്ടത്. ഭഗവാന്റെ കല്യാണക്കഥ പോലും വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. പക്ഷെ കർത്തവന്റേതും ദേവഭൂതിയുടേതും വളരെ വിശദീകരിച്ചു പറഞ്ഞു. അതില് കർത്തവൻ ദേവഭൂതിയെ കൊണ്ടുപെടുത്തു. കർത്തവന്റെ സാമർഥ്യം അറിയാവുന്നത് കൊണ്ടും തപസ് അറിയാവുന്നത് കൊണ്ടും കർത്തവൻ തന്നെ അറിയപ്പെടുത്തു മകളായിട്ടുള്ള ദേവഭൂതിയെ സ്വയംഭവനും കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടോ കർത്തവൻ തപസ് തുടരുകയായി. 70-ലേറെ വർഷം തപസ് തന്നെയാണ്. ദേവഭൂതിയോ ഭർത്താവിനെ ശുശ്രൂഷിക്കുക, ആശ്രമത്തിലെ കാര്യങ്ങൾ നോക്കുക, അങ്ങനെ തുടർച്ചയായിട്ടുള്ള പതിശുശ്രൂഷയും പിന്നെയോ ഈ പാതിവൃത്യ നിഷ്ഠയും കണ്ട് ദേവഭൂതി ഇപ്പൊ വൃത്തിയായി. 70-ലേറെ വർഷം കഴിഞ്ഞ്. അന്ന് വളരെ സുന്ദരിയായിരുന്നു ദേവഭൂതി എന്ന് കല്യാണത്തിന് മുമ്പ്. പണ്ട് ദേവഭൂതിയുടെ അച്ഛന്റെ കൂടെ സ്വയംഭൂവിന്റെ കൊട്ടാരത്തില് ടെറസില് മട്ടുപ്പാവില് പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ പന്തൊക്കെ കളിക്കും, മാനാടി കളിക്കല്, നാരങ്ങാച്ചി കളിക്കല്. അങ്ങനെ പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശത്തോടി വിമാനത്തില് വിശ്വാവസവും ഒരു ഗന്ധർവൻ പോയതാണ്. വിശ്വാവസവും വിമാനാണ്. താഴെ നിൽക്കുന്ന ദേവഭൂതിയുടെ സൗന്ദര്യം കണ്ടപ്പോൾ വിശ്വാവസവും ഈ വിമാനത്തോടെ താഴെ പോയത് മറിഞ്ഞു കിട്ടും. ആക്സിഡന്റ് ആണ്, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ ആക്സിഡന്റ് ആണ് വിശ്വാവസവും വിമാനത്തോടെ താഴെ. ഇവിടെ നിങ്ങൾ ഈ പെൺകുട്ടികളെ ഓരോ വേഷം കെട്ടി റോഡിലൂടെ നടക്കും. നമ്മുടെ പാവ ആൺകുട്ടികൾ ബൈക്ക് എവിടെയെങ്കിലും കൊണ്ട് തേച്ചു. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നതാണ്. ആദ്യത്തെ ആക്സിഡന്റ് ആണ് ആര് രേഖപ്പെടുത്തിയത്? വിശ്വാസവും ഈ ദേവഭൂതിയുടെ സൗന്ദര്യം കണ്ട് വീണുപോയതാണ്. അങ്ങനെ ദേവഭൂതി ഇപ്പൊ എങ്ങനെയായി? 70 വർഷമൊക്കെ കഴിഞ്ഞപ്പോ ശരീരമൊക്കെ ചുറ്റി ചുരുങ്ങി മുടി ധരിച്ചു ഒരു തപസ്യയായിട്ട് മാറി. എന്നാൽ അതിന്റെ തേജസ്സൊക്കെ ഉണ്ടതാണ്. അങ്ങനെ നമ്മുടെ ഭർത്താവ് കർത്തവൻ ഒരു ദിവസം കണ്ണു തുറക്കുമ്പോ ഭാര്യയുടെ അവസ്ഥ കണ്ട് ദുഃഖമായി. ഇവിടെ എന്റെ ഭാര്യയാണല്ലോ, ഞാൻ വേണ്ട ഇവർക്ക് എല്ലാം കൊടുക്കാൻ അല്ലെ, അവരുടെ ജീവിതത്തിൽ ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലോ എന്ന് ഓർത്തിട്ട് കർത്തവൻ ദേവഭൂതിയോട് മുന്നിലുള്ള ബിന്ദു സരസ് തടാകത്തിൽ മുങ്ങി വരാൻ പറഞ്ഞു. അതിൽ മുങ്ങി വന്ന ദേവഭൂതിക്ക് അന്ന് നഷ്ടപ്പെട്ട രൂപയൗവനമൊക്കെ തിരിച്ചു കിട്ടി. എന്നുവെച്ചാൽ അതിസുന്ദരിയായിട്ട് വരുന്നവരെ ദേവഭൂതി. കർത്തവനും ഈ സമയത്ത് അതിസുന്ദരനായ മുനികുമാരനായിട്ട് തീർന്നു. അദ്ദേഹത്തിന്റെ തപസ്ഥിതിയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സത്യത്തിൽ ഇത്രയും നാളത്തെ തപസ് കൊണ്ട് ദേവഭൂതിക്കും ഈ സിദ്ധിയൊക്കെ ഉണ്ട്. ഏത് സിദ്ധിയുണ്ട്? സ്വന്തമായിട്ട് കൂടുതൽ ഭംഗിയുള്ളവളായിട്ട് തീരാം. പക്ഷെ എനിക്ക് ഈ സിദ്ധി ഉണ്ടെന്നുള്ളത് ദേവഭൂതിക്ക് അറിയില്ല. അതല്ലേ കർത്തവനറിയാം. 2 പ്രശ്നമാണ് അല്ലെ. നമുക്കൊരു കഴിവുണ്ടാവുക, എനിക്ക് ഈ കഴിവുണ്ടെന്ന് ആര് തിരിച്ചറിയാം? നമ്മൾ തിരിച്ചറിയാം. ഇനി എനിക്ക് ഈ കഴിവില്ലാന്ന് ആര് തിരിച്ചറിയണം? അതാണ് ഞങ്ങൾ ഈ പത്താത്തിനൊക്കെ പോകുമ്പോൾ ഒരുപാട് അമ്മമാരെ മൈക്ക് തരാമോ പാട്ട് പാടും. പാട്ടേ അറിയില്ല, എന്നാലും നമ്മൾ ഈ ശല്യം സഹിക്കാൻ വയ്യാതായിട്ടുണ്ട് പല സ്ഥലത്ത്. ഇവർക്ക് തൈ പോലും പാട്ടറിയില്ല, എന്നിട്ട് കളിപ്പിച്ചിട്ട് തൈകളെയാണ്. ഇപ്പൊ ഞാൻ മൈക്കുകാരോട് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയാൽ ഒരാൾക്ക് കൊടുത്തേക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പോകും. അല്ലെങ്കിൽ നിർത്തിയില്ല. പിന്നെ വേറെ ആർക്ക് കൊടുക്കാതിരിക്കാൻ ഞാനപ്പാനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായി. തീരില്ലല്ലേ, ഞാൻ വരുന്നതിനകത്ത് തുടരും. ഞാനപ്പാനെ തെറ്റിയിട്ടിരിക്കില്ല. ഒരു പാട്ട് ചെറിയ പാട്ട് പാടി അടുത്ത ആൾക്ക് കൊടുക്കണേ. അപ്പൊ അത് കൊടുക്കാതിരിക്കാൻ എന്ത് തുടങ്ങും? വിജയിക്കും. എന്നിട്ട് ടിവിയില് എങ്ങാനും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ ഒന്നടിച്ചേരും, അങ്ങനെ പാടുകയും ചെയ്യും. അങ്ങനെ ദേവഭൂതിക്ക് പുതിയ ശരീരം, കർത്തവനും പുതിയ ശരീരം. 2 പേരും കാമകം എന്ന വിമാനമൊക്കെ സംഘടിപ്പിച്ച് ഈ 14 ലോകങ്ങളിൽ എവിടെയെല്ലാം എന്തെല്ലാം സുഖമുണ്ടോ ഒക്കെ അനുഭവിച്ചതാണ്. അതായത് തപസ്സുള്ളവരുടെ ഗുണം അവർക്ക് വേണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യാനും പറ്റും?
സുഖങ്ങളൊക്കെ അനുഭവിക്കാനും പറ്റും. സകല ലോകത്തെ സഞ്ചരിച്ചതാണ്. വൈശ്രംഭകെ സുരസകെ നന്ദനെ പുഷ്പഭദ്രകെ മാനസേ ചൈത്രലബ്ധി രേമേ രാമയ ഭാര്യയ്ക്കൊപ്പം നന്ദനൻ അങ്ങനെ വിമാനത്തിലാണ്. അങ്ങനെ കുറേ കാലത്തെ ഈ ദാമ്പത്യമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. വിമാനം തിരിച്ചെവിടെ വന്നു? ഹിമാലയത്തില് ബിന്ദുസരസ് എന്നുള്ള തടാകത്തിന്റെ തീരത്ത് വന്ന് അവിടെ ലാൻഡ് ചെയ്തു. എന്ത് ലാൻഡ് ചെയ്തു? ആ വിമാനം ലാൻഡ് ചെയ്തു. പിന്നെ അവരൊക്കെ ഇറങ്ങി വരികയാണ്. ഇറങ്ങൽ തന്നെ നല്ല കാഴ്ചയാണ് അല്ലേ? 9 പെൺമക്കളുണ്ടായി. ഇത്രയും കാലം എത്ര ഉണ്ടായി? അതല്ല രസമാണ്. നീളത്തിൽ സ്റ്റെപ്പ് ഓർക്കുക. അതിലൊക്കെ എന്താണ് ഏറ്റവും ചെറിയ കുട്ടി അമ്മയുടെ കയ്യിൽ കാണും. പിന്നെ സാരി എടുത്തത്, ആസാരി എടുത്തത്, വിധിയും ചോർക്കും, ചുരിദാർ ഇറങ്ങാം, കുട്ടിപ്പാവടം, തലയിൽ വെച്ചത് വെക്കാത്തത്, അങ്ങനെ 9 നിരനിരയായിട്ട് അവിടെ ഇറങ്ങി നിന്നു. ആ വിമാനത്തിൽ ഇറങ്ങും. വലിയ രസമായി, കാണാൻ തന്നെ രസമാണ്. അതാണ് ഇവിടെ നമ്മുടെ കൂടെ വന്നവർക്കൊക്കെ കുട്ടികളെല്ലാം ഇരിക്കുന്നതാണത്തെ ഫോട്ടോ എടുത്തിട്ട് മതിയാവുന്നില്ല. അതാണ് കാര്യം. അതൊരു ഭംഗിയാണ്. പെൺകുട്ടികൾ ഇങ്ങനെ ധാരാളമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ അവിടെ ഇറങ്ങി പിന്നെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ആ സമയം പറയാനായിട്ട് വെറുതെയൊക്കെ അതൊക്കെ വിട്ട് തെളിച്ച് അവിടെ താമസിച്ചു. ഉച്ച കഴിഞ്ഞപ്പോ അന്ന് അവിടെ കിടന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ കർദമ പ്രജാപതി സൂട്ട്കേസ് ഒക്കെ എടുത്ത് പോകാൻ തുടങ്ങുകയാണ്. നേരത്തെ പറഞ്ഞാണ് കുട്ടികളുണ്ടായാല് വീട് വിട്ടു. അങ്ങനെ ദേവമൂടി എന്നിട്ട് അദ്ദേഹത്തെ നമസ്കരിച്ചിട്ട് വന്നത് അന്ന് തപസ് ചെയ്യാൻ പോവാണെന്ന് എനിക്ക് മനസ്സിലായി. അത് ആ വഴി എനിക്കും കൂടി പറഞ്ഞതാണ്. കർദമ പ്രജാപതി എങ്ങനെ ഭഗവാനെ തപസ് ചെയ്യുക എന്ന് പറഞ്ഞു കൊടുത്തു. ദേവഭൂതിക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ആശ്രമത്തിന് അധികം ജോലിയൊന്നും പോയില്ല. കാരണം എന്താ? ഭാര്യയോട് പറഞ്ഞത്, അപ്പൊ നിനക്ക് ഇനി ശാസ്ത്രതത്വങ്ങളൊക്കെ പറഞ്ഞു തരാൻ പോകുന്നത് നിന്റെ മകനാണ്. 9 പെൺമക്കൾക്ക് ശേഷം നിനക്ക് ഈ ഒരു ആൺകുട്ടി ഉണ്ടാവും. ലോകയെ കപില ഇത്യാഖ്യ, അവനെ ലോകത്തില് കപിലൻ എന്നറിയപ്പെടും. സാഖ്യയോഗത്തിന്റെ ഉപജ്ഞാതാവായിട്ടാണ് അറിയപ്പെടുന്നത്. എന്ത് യോഗമാണ്? സാഖ്യയോഗം. അതിന്റെ ഉപജ്ഞാതാവായിട്ടാണ് അറിയപ്പെടുക എന്ന് ആര് പറഞ്ഞു? കർദമ പ്രജാപതി ഭാര്യയോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഇനിയും ഭഗവാൻ അവതരിക്കാൻ പോവാണ്. അതുകൊണ്ട് അദ്ദേഹം ആ സമയത്തിന് അധികം ദൂരെയല്ലാണ്ട് ചെറിയൊരു വർണ്ണശാലയൊക്കെ നിർമ്മിച്ച് അവിടെ താമസിച്ചു. അങ്ങനെ ഇരിക്കെ ഈ 3-ാമത്തെ സ്കന്ധം 24-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ കപിലനായിട്ടും അവതരിച്ചു. 3:24, 6 ആ ശ്ലോകത്തിൽ ഭഗവാന്റെ കപിലാവതാരം. കപിലനായിട്ട് ഭഗവാൻ അവതരിച്ചു. ഇനി ദേവന്മാർ വന്ന് സ്തുതിക്കുന്നുണ്ട്. അവിടെ വളർന്നു വരുന്നുണ്ട്. അച്ഛൻ തന്നെയും മകനെ സ്തുതിക്കാറുണ്ടാണ്. ഇവിടെ ഭഗവത് ലക്ഷണങ്ങളൊക്കെ മകനിൽ തെളിഞ്ഞു കണ്ടതുകൊണ്ട് അച്ഛൻ തന്നെ വന്ന് സ്തുതിച്ചു. ഒരാള് ഏത് സ്ഥലത്താണോ, ഏത് വസ്തുവിലാണോ, ഏത് വ്യക്തിയിലാണോ 6 ഗുണങ്ങളും നമ്മൾ കാണുക, അത് ഭഗവാൻ. എങ്ങനെയാണ് ഭഗവാൻ എന്ന് പറയുക? 6 ഗുണങ്ങളും ഒരേ സ്ഥലത്ത് കാണുക. അപ്പൊ ഒരു സ്ഥലമാകാം, ഇനി വസ്തുവാകാം, വ്യക്തിയുമാകാം. നമ്മൾ ഒച്ചകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മരത്തിന്റെ ചൂടാണ് ഭഗവാൻ. അവിടെ വിഗ്രഹമൊന്നുമില്ല അല്ലെ? അമ്പലമില്ല, വിഗ്രഹമില്ല. എന്നാലും ഇതിന്റെ ചൂടാണ് അത്രേ ഭഗവാൻ. ഇനി അതുപോലെ നമ്മൾ ഈ കാണുന്ന വിഗ്രഹത്തിലൊക്കെ ആരെ കാണാൻ പറ്റും? നമുക്ക് ഭഗവാനെ കാണാൻ പറ്റും. കച്ചവടക്കാർക്കോ അത് പറ്റില്ല. അവരിതെല്ലാം കൂടെ വായി മുക്കിക്കൊണ്ട് നിരത്തി വയ്ക്കും, ഷോയ്ക്ക് വെക്കും അല്ലെ? വൈകുന്നേരം നമ്മുടെ നനയാണ്ടിരിക്കാൻ കെട്ടിപ്പിടിച്ച് അകത്തുകൊണ്ട് വെക്കും. ആ അമ്മയെ കെട്ടിപ്പിടിച്ചു. അത്രേ ഉള്ളൂ. അവർക്ക് വിൽക്കാനുള്ള ഒരു വസ്തുവാണ് ഇതൊക്കെ തന്നെ. നമ്മളെന്നാൽ ഇതിൽ വേണം ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് വിളക്ക് വെച്ച് ഇനി ഈ പൂവൊക്കെ വെച്ച് മാലയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്കെന്ത് തോന്നായി? ഭഗവാനാണെന്ന് തോന്നുന്നത്. അപ്പൊ അങ്ങനെ 6 ഗുണങ്ങളും ഏത് സ്ഥലത്താണോ, ഏത് വസ്തുവിലാണോ, ഏത് വ്യക്തിയിലാണോ കാണുക, അത് ഭഗവാൻ. നമ്മൾ പലതവണ പറഞ്ഞാണ് അല്ലേ? ഐശ്വര്യം, വീര്യം, യശസ്, പിന്നെന്തുണ്ട്? ജ്ഞാനം, വൈരാഗ്യം. ശ്രീ ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. ഇങ്ങനെയുള്ള 6 ഗുണങ്ങൾ. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്ശ്രിയ ജ്ഞാന വൈരാഗ്യവൈവ ഷണ്ണാഭഗീരുന്ന എന്ന് ശങ്കരാചാര്യ പറയുന്നത്. ഈ കപിലനെ സ്തുതിക്കുമ്പോഴും ഇത് പറയുന്നുണ്ട്. ഐശ്വര്യ, വൈരാഗ്യ, യശോഭ, ബോധ, വീര്യശ്രിയ പൂർത്തമഹംപ്രവൃത്തി എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും ദേവന്മാരും നമസ്കരിക്കും. ഇപ്പൊ മകനെ ആരും നമസ്കരിക്കുകയാണ്? അച്ഛനും ദേവന്മാരും നമസ്കരിക്കുകയാണ്. കാരണം കപിലൻ ആരാണെന്ന് അറിയാം, ഭഗവാനാണെന്നത് അറിയാം.
അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ നാരായണീയത്തിന്റെ ഒന്നാമത്തെ ദശകത്തിലെ അവസാനത്തെ ശ്ലോകം ഐശ്വര്യം ശങ്കരാദീശ്വര വിജയമനം വിശ്വതേജോഹരാണ വിശ്വതേജോഹരാണ തേജസ്, അങ്ങനെ ഓരോ ഗുണങ്ങളും അവിടെ. ഇങ്ങനെ 6 ഗുണങ്ങളുള്ള സ്ഥലത്ത് ഭഗവാൻ അത് പറയുന്നത്. അങ്ങനെ പിന്നീട് ഭർത്താവ് പറഞ്ഞതനുസരിച്ചിട്ട് ഭർത്താവ് പോയി, കപില ഭഗവാൻ വളർന്നു മുതിർന്നു, സഹോദരിമാർക്കൊക്കെ വിവാഹം കഴിപ്പിച്ചു. അതിന് മൂത്ത സഹോദരിയാണ് കല. കലയെ മരീചി മഹർഷിക്ക് കല്യാണം കഴിപ്പിച്ചു. ആ കൊടുത്തു കല്യാണം കൂടെ കിട്ടിയില്ല. മരീചി മഹർഷി ആരെ കല്യാണം കഴിച്ചു? കലയെ കല്യാണം കഴിച്ചു. രണ്ടാമത്തെ സഹോദരി അത്രി മഹർഷി കല്യാണം കഴിച്ചു. ആരെ കല്യാണം കഴിച്ചു? അനസൂയെ കല്യാണം കഴിച്ചു. രണ്ടാമത്തെ സഹോദരി അനസൂയെ അത്രി മഹർഷിയെ കല്യാണം കഴിച്ചു. ആദ്യം ഇവർക്ക് കുട്ടികൾ ഉണ്ടായില്ലായിരുന്നു. പിന്നീട് അവർ ഭഗവാനെ തപസ് ചെയ്തു. അങ്ങനെ ത്രിമൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടായി. അത്രി മഹർഷിക്കും അനസൂയയ്ക്കും 3 മക്കളാണ്. ബ്രഹ്മാവിന്റെ അനുഗ്രഹമുണ്ട് ചന്ദ്രൻ, വിഷ്ണുവിന്റെ അനുഗ്രഹമുണ്ട് ദത്താത്രേയൻ, പരമശിവന്റെ അനുഗ്രഹമുണ്ട് ദുർവാസാവ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? 3 മക്കൾ ആർക്കുണ്ടായി? അത്രി മഹർഷിക്കും അനസൂയയ്ക്കും. ആരാണ്? ബ്രഹ്മാവിന്റെ അനുഗ്രഹമുണ്ട് ചന്ദ്രൻ, വിഷ്ണുവിന്റെ അനുഗ്രഹമുണ്ട് ദത്താത്രേയൻ, പരമശിവന്റെ അനുഗ്രഹമുണ്ട് ദുർവാസാവ്. ഈ ചന്ദ്രൻ ജനിച്ചിട്ടോ പിന്നീട് ചന്ദ്രന്റെ മകനായിട്ട് ബുധൻ ജനിക്കും. ബുധന്റെ മകനായിട്ട് പുരൂരവസൻ ജനിക്കും. ആ വംശത്തിന് നഹൂഷൻ ഉണ്ടാകും. നഹൂഷന് 6 മക്കളാണ്. യതി, യയാതി, സംയാതി, ആയതി, പിയതി, കൃതി. അതിന് യയാതിക്ക് 5 മക്കളാണ്. യദു, തുർവസു, ദ്രുഹ്യു, അനു, കുരു. എന്നിട്ട് ആ യദുവിന്റെ വംശത്തിലാണ് നാളെ നമുക്ക് മറ്റന്നാൾ കൃഷ്ണൻ അറിയുന്നത്. അതിന്റെ തുടക്കമാണ് നമ്മളിപ്പോ ഈ സ്വയംഭൂമിയൊക്കെ കഥയൊക്കെ തുടങ്ങിയിരിക്കുക. പിന്നീട് നമ്മളിവരെ രാമായണത്തിൽ കാണാം. ശ്രീരാമൻ ശ്രീയും ലക്ഷ്മണൻ കൂടി കാട്ടിലേക്ക് പോകുമ്പോൾ വൃദ്ധനായ അത്രി മഹർഷി ആശ്രമത്തിൽ ആരെത്തിച്ചേരും? ഇവർ 3 പേര് എത്തിച്ചേരും. സീതയുടെ അത്രി മഹർഷി പറയും, ആശ്രമത്തിന്റെ മുമ്പില് എന്റെ ഭാര്യയുടെ വൃദ്ധയാണ്, സംബോധനയാണ്, ഒന്ന് പോയിട്ട് കണ്ടോളൂ. അങ്ങനെ സീത ആയിരത്തേക്കാണ് മനസ്സിനെ നമസ്കരിക്കുന്നത്. അത്രി മഹർഷിയും ആരൊക്കെ അനുസരിക്കും. പിന്നീട് നമ്മൾ തിരിച്ചു ദേവഭൂതിയെ കല്യാണം കഴിച്ചിട്ട് സഹോദരിമാരുടെ വിവാഹമൊക്കെ കഴിപ്പിച്ചു വിട്ടിട്ട് അദ്ദേഹം തപസ് തന്നെ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ആശ്രമത്തിന്റെ ഈ അടുത്ത ബിന്ദു സരസ് എന്ന തടാകം, അവിടെ ആൽമരത്തിന്റെ വീട്ടില് എപ്പോഴും ധ്യാനത്തിലാണ്. തം ആസീനം അകർമാണം തത്വമാർഗദർശനം, എപ്പോഴും ഉള്ളിലുള്ള ആ വസ്തുവില് ഉറച്ചിരിക്കും. തത്വമാർഗദർശനം അങ്ങനെ കവിതയും. ഇപ്പൊ കവിതനെ കാണുന്നതിനും ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതിനും നിരവധി ഋഷീശ്വരന്മാരും അവിടെ ചെയ്യും. അവ എപ്പോഴും എങ്ങനെയായിട്ടുള്ള ആ പ്രദേശം ഇത്തരം സത്സംഗങ്ങൾ നടത്തുന്ന ഒരു സദസ്സായിട്ട് തീർന്നു ഈ കപില മഹർഷിയുടെ ആശ്രമം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സുസുതം ദേവഭൂതി ആഹാരം ചോദിച്ചു. മകനോട് ദേവഭൂതി എന്ത് ചോദിച്ചു? ഭർത്താവ് പറഞ്ഞതുപോലെ ശാസ്ത്ര രഹസ്യങ്ങളെ കുറിച്ച് ചോദിച്ചു. ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് 5 ഇന്ദ്രിയുണ്ട്: കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മള് വസ്തുക്കളിൽ ഭ്രമിച്ചു. അവിടെ തന്നെയായി കഠിനമായ ഇരുട്ടിൽ വിട്ടുപോയില്ല. നിർവണ്ണ നിതരാംഭൂമൻ അസത് ഇന്ദ്രിയ ദർശനാണ്. ശരിക്കും തെറ്റിച്ചേക്കാണ് പറയുന്നത്. ചോദിക്കുമ്പോഴേ തെറ്റുണ്ട്. ഈ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് 5 നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ ചെയ്യുക, ചെവിയിലൂടെ നമ്മൾ കേൾക്കുക. അപ്പൊ ചെവിയിലാണ് കേൾക്കുക, ചെവിയോട്ടാണ് കേൾക്കുന്നത്. അല്ലേ? നമുക്ക് അത് കാണാൻ ഇഷ്ടമല്ല. എന്തെങ്കിലും സാധനം നമുക്ക് കാണാൻ ഇഷ്ടമല്ല. എന്നിട്ട് നമ്മളത് പോയി കണ്ടു നിൽക്കട്ടെ. ഒരാൾ അവരുടെ ഇഷ്ടം കാണിക്കുമ്പോൾ കണ്ണിന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ആർക്കും ഇഷ്ടമാണ്. അങ്ങനെയല്ല. ഇല്ല, നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്തില്ല, കാണാനില്ല. ഇവിടെ തന്നെ പറഞ്ഞിട്ട് ചില ആൾക്കാര് ഇരിക്കും. പക്ഷെ ഇതിന് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇരിപ്പൊക്കെ ഗംഭീരമാണ്, കൈ പോലും കേൾക്കലില്ല. മനസ്സിലാവുന്നതല്ലേ? മറ്റു പല കാര്യങ്ങളും ചിന്തിച്ചിരിക്കും. കേൾക്കണം നമ്മൾ വിചാരിച്ചല്ലേ കേൾക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞാല് ഈ പുറത്തുള്ള വസ്തുക്കൾ നമ്മളെ ആകർഷിക്കുന്നൊന്നുമില്ല, നമ്മൾ അങ്ങോട്ട് നിന്ന് ആകർഷിക്കുക. ഇനി അതൊരു അത്ഭുതകരമായ കാര്യം വെറുതെ പറഞ്ഞു വെച്ചേക്കാം, രേഖപ്പെടുത്തുന്നതാണ്. അല്ലേ? അതുകൊണ്ട് അതാണ്
പുറത്ത് സത്യത്തിലൊന്നുമില്ല. നമ്മൾ അകത്ത് നിന്ന് ഉണ്ടാക്കുന്നതാണ് പുറത്ത് കാണാൻ. അത്രേ ഉള്ളൂ. പിന്നെ പുറത്ത് സത്യത്തിലൊന്നും കാണാനില്ല, അറിയാനും ഇല്ല. നമ്മുടെ ഉള്ളിൽ വാസന ഉള്ളതുകൊണ്ട് അതെന്താ പോകും. അത്രേ ഉള്ളൂ. അതല്ലേ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ടുണ്ടല്ലേ, നമ്മൾ കാണുന്ന ഒരു പ്രപഞ്ചം ഉണ്ട്. എന്തുണ്ട്? വലിയ പ്രപഞ്ചം. പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് നമ്മുടെ ശരീരം. ഇരിക്കുന്നുണ്ടല്ലോ, ഒരു പ്രപഞ്ചമുണ്ട്, പ്രപഞ്ചത്തിലാണ് നമ്മൾ. അപ്പൊ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് നമ്മുടെ ശരീരം. ഇനി ശ്രദ്ധിക്കേണ്ടത്, പ്രപഞ്ചത്തെ നിർമ്മിച്ചത് എന്തുകൊണ്ടാണോ അതുകൊണ്ടാണ് നമ്മളെയും നിർമ്മിച്ചത്. അത് മനസ്സിലായോ? പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതുകൊണ്ട് നമ്മളെ നിർമ്മിച്ചത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. ഇനി പ്രപഞ്ചത്തിന്റെ ശക്തി ആരാണോ അത് തന്നെയാണ് നമ്മുടെ ഈ ശക്തി. ഒരു കാര്യം ഓർത്തിരിക്കുക, പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് ഞാൻ. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരെ എന്തുകൊണ്ടാണ്? പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ്? പഞ്ചഭൂതങ്ങൾ. പ്രപഞ്ചത്തിന്റെ ശക്തി ആരാണ്? അത് ഭഗവാനാണ്. പ്രപഞ്ചത്തിന്റെ ശക്തി ആരാണ്? അത് തന്നെയാണ് ആദ്യ ശക്തി. പക്ഷേ നമ്മുടെ ഉള്ളിൽ വന്നപ്പോ നമ്മുടെ ശക്തിയെ ഞാൻ എന്നാണ് വിളിച്ചത്. അത്രയുള്ള വ്യത്യാസം. ഇത് വിളിച്ച് പ്രപഞ്ചത്തിൽ മുഴുവൻ പറഞ്ഞപ്പോ ഭഗവാൻ, നമ്മുടെ ഉള്ളിൽ പറഞ്ഞപ്പോ നമ്മൾ മാത്രം വിളിച്ച പേരാണ് എന്താണ്? ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു ഉറപ്പിക്കുക. ഞാൻ എന്ത് പറയും? ഒന്നുകൂടെ ചോദിക്കാം. പ്രപഞ്ചം മുഴുവൻ പറഞ്ഞപ്പോ എന്ത് പറയണം? ഭഗവാൻ. എന്റെ ഉള്ളിൽ വന്നപ്പോ ഞാൻ മാത്രം ദൈവിച്ചപ്പോ ഞാൻ മാത്രം വിളിച്ച പേരാണ് ഞാൻ. ആ ഒരു വ്യത്യാസമുള്ളൂ. മനസ്സിലാകുന്നല്ലേ? ആ ഹൈദരാബാദത്തില് ഞാനെന്ന് ഈശ്വരീകരണം പിരിഞ്ഞവർ ഞാനൊക്കെ പലതുണ്ടാവതില്ല എന്ന് പറഞ്ഞത് സത്യത്തിൽ ഞാനും ഈശ്വരനും ഒന്ന് തന്നെയാണ്. രണ്ടെണ്ണം തെറ്റിദ്ധാരണ, മോഹം നിമിത്തം. ഞാൻ അവിടെ പറഞ്ഞല്ലേ, ഈ തെറ്റിദ്ധാരണയ്ക്ക് പറഞ്ഞ പേര് മായ എന്നാണ്. മായ. ഈ മായ വ്യക്തിതലത്തില് ബാധിക്കുന്നതിനെയാണ് അജ്ഞാനമെന്നും അവിദ്യയെന്നും മോഹമെന്നും പറയുന്നത്. മായ എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? ഈ മായ നമ്മളെ വ്യക്തികളെ ബാധിക്കുമ്പോൾ അത് പല പേരിലും പറയും. എങ്ങനെയൊക്കെ പറയാം? ചില സ്ഥലത്ത് മോഹം കാണാം, ചില സ്ഥലത്ത് അജ്ഞാനം കാണും, ചിലയിടത്ത് അവിദ്യ എന്നും കാണും. ഇത് തന്നെയാണ് മനസ്സ്. മനസ്സ് തന്നെയാണ്. കാരണം മനസ്സിനേക്കാൾ വലിയ അവിദ്യ ഇല്ല. മനസ്സ് തന്നെയാണ് അവിദ്യ. ഇതൊക്കെ നോക്കുവൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കൊക്കെ ആവർത്തിക്കുമ്പോൾ പഠിച്ചോളൂ. എന്നിട്ടോ അത് ഇതൊന്നും ഇല്ലാതെയാണ്. ഏതില്ലാതെയാണ്? ഇടയ്ക്കിരിക്കുന്ന തടസ്സം ഒന്നില്ലാതെയാണ്. അത്ര ഉണ്ട്. ഏത് തടസ്സം? അജ്ഞാനം ഇല്ലാതായാൽ എന്തില്ലാതെ ഈ പ്രപഞ്ചം ഇല്ലാതെയായി. നമ്മളിപ്പോ പലതരത്തിലും ദുഃഖത്തിൽപ്പെടുത്തുന്ന പ്രപഞ്ചം ഇല്ലാതെയാവും. മനസ്സിലാകുന്നുണ്ടല്ലേ? അപ്പൊ ഒന്നും പറയാം, നമ്മുടെ രീതിയിൽ പറഞ്ഞില്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരേപോലെയുള്ള വസ്തുവാണ് ഭഗവാൻ. അതേ ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഉള്ളിലും. പക്ഷേ എന്റെ ഉള്ളിൽ വന്നപ്പോ ഞാൻ മാത്രം അതിനെ വിളിച്ചത് എന്താണ്? ഞാൻ എന്നാണ്. ഞാനും ഭഗവാനും ഒരു വസ്തു തന്നെയാണ്. അജ്ഞാനം കൊണ്ടെന്ന് തോന്നുകയാണ് രണ്ടുണ്ടെന്ന് തോന്നുക. ഇത്രയൊക്കെ മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ പ്രയത്നം മുഴുവൻ എന്തില്ലാണ്ടാക്കാനാണ്? ഈ അജ്ഞാനം ഇല്ലാതെയാക്കാനാണ്. അതുകൊണ്ട് തന്നെ ഭഗവാനെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാനില്ല, ബുദ്ധി കൊണ്ട് അറിയലും ഇല്ല, ബോധിക്കലൊന്നും ഇല്ല. ഭഗവാൻ കാണാൻ പറ്റുന്ന വസ്തുവല്ല, ബോധിക്കാൻ പറ്റുന്ന വസ്തു അല്ല. സാധാരണ ഭക്തന്മാരൊക്കെ അങ്ങനെ പറയും, അങ്ങനെ പാട്ട് കണ്ടു, അത് കണ്ടു, ടി വി രാത്രിയില് എന്നൊക്കെ പറയും. പക്ഷെ കാണാൻ പറ്റുന്ന വസ്തു അല്ലേ ഭഗവാൻ. മനസ്സിലാകുന്നുണ്ടല്ലോ? അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒന്നും ഓർമ്മിക്കാം. ചെറിയ കഥയാണ്, അരമിനിറ്റ് പോലും എടുക്കില്ല പറയാൻ. ഉപ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു പാവം. എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? ഉപ്പ് കൊണ്ടുണ്ടാക്കിയത്. ഈ പാവയ്ക്ക് വെള്ളം എന്താണെന്ന് അറിയണമെന്ന് ഒരു ദിവസം തോന്നി. എന്ത് തോന്നി? അത് തോന്നി. അങ്ങനെ അത് വെള്ളത്തിലൊക്കെ കയറി കടലിന്റെ നടുക്കിൽ എന്നിട്ട് എടുത്തില്ലാത്ത കഴിക്കുമ്പോഴേ വെള്ളത്തിലൊടിയായി. ചേട്ടൻ കഴിഞ്ഞപ്പോ ആരില്ലാതെയായി. ഉപ്പുപാവ ഇല്ല. ഇപ്പൊ എന്ത് മാത്രമേ ഉള്ളൂ? വെള്ളം മാത്രമേ ഉള്ളൂ. വെള്ളമോ അത് പോയി. എന്ത് പറയുന്ന അറിയില്ലേ? അതിന് ഈ പേര് വേറെ പറയും. അങ്ങനെ വെള്ളം മാത്രമേ ഉള്ളൂ. ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഇതുപോലെയാണ് നമ്മൾ ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്നത്. അറിയുന്നതോടെ ഞാൻ ഇല്ലാതെയാണ്. ഉപ്പുമാവ് വെള്ളത്തിൽ ചാടിയപ്പോൾ എന്തില്ലാതെ? ഉപ്പുമാവ് ഇല്ലാതായതുപോലെ
ഭഗവാനെ അറിയുന്നതോടെ എന്തിനുണ്ടാവും? നമ്മളിപ്പോ കൊണ്ടു നടക്കുന്ന ഞാൻ എന്ന തെറ്റിദ്ധാരണ ഇല്ലാതെയാകും. ആര് മാത്രമാകും? ഭഗവാൻ മാത്രമാകും. അപ്പൊ പിന്നെ ഭഗവാനെ അറിയലുണ്ടോ? എനിക്ക് ഉപ്പുവാവിക്ക് പിന്നെ ഭഗവാനെ വെള്ളത്തിന് അറിയലുണ്ടോ? പിന്നെ ഉപ്പുവാരായിട്ട് മാറി, അതായിട്ട് മാറി. ഇതുപോലെയാണ് നമ്മൾ ഭഗവാനെ അറിയുന്നതോടെ നമ്മൾ അതായിട്ട് മാറി, നമ്മൾ അസുഖനായിട്ട് മാറി. അതിന് പിന്നെ ഒരു മാറ്റം ഇല്ല. രണ്ടെണ്ണം പരിപാടി അവിടെ ഇല്ല. മനസ്സിലാകുന്നുണ്ടല്ലേ? അങ്ങനെ നമ്മൾ എവിടെ എത്തിച്ചേരേ? നിരന്തരമായ ആനന്ദത്തില്, അറിവില് എത്തിച്ചേരും. ഈ കഥ ഇടയ്ക്കിടയ്ക്ക് മനനം ചെയ്യുന്നില്ല, ഓർമ്മയില്ല. ഇത് രാമകൃഷ്ണഗുരുവായിട്ട് കഥയാണ്. രാമകൃഷ്ണ പരമഹംസൻ എന്ന് പറയുന്ന കഥയാണ്. അതെങ്ങനെ ചെറിയ ചെറിയ കഥകൾ പറയും. ആർക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാതെ ഉപ്പുവായ കഥയൊക്കെ മനസ്സിലായിരുന്നു. അതോട് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വേണം ആ കഥയിൽ തന്നെ ഉറച്ചിരിക്കണം. അത് വീണ്ടും വീണ്ടും ഓർക്കണം. മനസ്സിലാകുന്നുണ്ടല്ലേ? അങ്ങനെ കപില ഭഗവാനെ ആരോഗ്യം നമസ്കരിക്കുകയും അമ്മ ചെന്നിട്ട് നമസ്കരിച്ചു. ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കർമ്മം ചെയ്ത് അതിന്റെ പിടിയിൽപ്പെട്ടുപോയത്. അപ്പൊ ജനിക്കുക എന്നിട്ട് കർമ്മം ചെയ്യാം. ജനിച്ചാൽ ആരായാലും കർമ്മം ചെയ്യും. കർമ്മം ചെയ്താലോ ഫലം ഉണ്ടാകും. ഫലം ഉണ്ടായാൽ അതനുഭവിക്കാനായിട്ട് പിന്നെ ജനിക്കണം. അങ്ങനെ ജനിക്കും. ജനിച്ചാൽ എന്ത് ചെയ്യും? ജനിച്ചാൽ കർമ്മം ചെയ്യും. കർമ്മം ചെയ്താൽ എന്തുണ്ടാകും? ഫലം ഉണ്ടാകും. ഇതനുഭവിക്കാനായിട്ട് പിന്നെ ഈ ചക്രത്തിൽ പെട്ടിരിക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? കർമ്മചക്രം. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ചെയ്യാനാണ് ചോദ്യം. സത്യത്തില് ഭഗവത്ഗീത നോക്കിക്കഴിഞ്ഞാൽ അവിടേക്ക് നാമത്തിലുള്ള പേടിയുള്ള നമുക്ക് തന്നെ പേടിയായിരുന്നു. അതെല്ലാം കാണുന്നത് ഇവിടെയൊക്കെ മാറി ഇന്നുണ്ട്. എവിടെ ഇവിടെ അമാർക്കും തോന്നുന്നു വെയിലുണ്ടോ? അവിടെ ഭഗവത്ഗീതയില് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഭഗവത്ഗീത നോക്കിക്കഴിഞ്ഞാല് കർമ്മഫലത്തില് ശ്രദ്ധയില്ലാണ്ടോ അല്ലെങ്കിൽ ആകാംക്ഷയില്ലാതെ കർമ്മം ചെയ്യും. അതെന്തുമായിക്കോട്ടെ, കർമ്മം ചെയ്യുന്നതാണ് നമ്മുടെ കർമ്മം. ഇത് എന്ന് പറഞ്ഞത് ഗീത ചെയ്യുക അല്ല, അങ്ങനെയാണോ? ഭഗവത്ഗീത എന്ന് പറഞ്ഞത് ഫലം ആകാംക്ഷയില്ല, ഫലകാംക്ഷയില്ലാതെ കർമ്മം ചെയ്യുക. കിട്ടുന്നുണ്ടല്ലോ. അതായത് നമ്മളത് ഒരു കർമ്മം ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് എന്ത് കിട്ടും എന്ന തോന്നൽ ഇല്ലാതെ കർമ്മം ചെയ്യുന്നു. അപ്പൊ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ഉത്തരവാദിത്വം എന്താണ്? ഇവിടെ ശരീരം ഇരിക്കുന്ന അവിടെ തന്നെ മനസ്സും ബുദ്ധി വരിക, കർമ്മം ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പൊ കർമ്മം ശരിയായിരിക്കും. ഇനി നമ്മളത് കിടക്കുന്നില്ല. എല്ലാ കർമ്മം അങ്ങനെ ചെയ്യാം. മനസ്സിലാകുന്നുണ്ടല്ലോ? അങ്ങനെ ചെയ്യുകയാണ് കർമ്മത്തെ യജ്ഞമാക്കുക എന്ന് പറയാം. അങ്ങനെ കർമ്മം ചെയ്യുക. ഇനി അതിപ്പോ എല്ലാവർക്കും എളുപ്പമല്ല. പൊതുവെ നമ്മളൊക്കെ ഇപ്പൊ സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിലും എല്ലാവരും ജനിച്ചപ്പോഴും സ്വാർത്ഥരാണ്. പിന്നെ നമ്മൾ അറിവുകൊണ്ടാണ് അതിനെ മാറ്റുക. മനസ്സിലാകുന്നുണ്ടോ? അല്ലേ? ഈ കുട്ടികൾ, ചെറിയ കുട്ടികളുടെ വീട്ടിലുള്ളപ്പോ ചെറിയ കുട്ടികളെ വീട്ടിലുള്ളപ്പോ അവര് കളിപ്പാട്ടം ഒരുപാട് വീട്ടിലാണ് അല്ലേ? അതൊക്കെ അവിടെ കിടക്കലുണ്ട്, തുടക്കില്ല. എന്നാൽ ഏതാണ്ട് അതേ പ്രായത്തിലുള്ള വേറൊരു കുഞ്ഞു വിരുന്നിന് വന്നിട്ട് വല്ല എടുത്താലോ അവിടെ കലാപമായി അല്ലേ? അപ്പൊ ചെറുപ്പം മുതല് ഗർഭകാലം മുതൽ നമ്മളുടെ എന്തൊക്കെ സ്വാർത്ഥത ഉണ്ട്. ഇത് നമ്മളാണ് പറഞ്ഞ് ജീവിപ്പിക്കേണ്ടത്. ഇത് വേണം, ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആരെ പഠിപ്പിക്കണം? നമ്മുടെ വീട്ടിലൊക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ അച്ഛൻ തുണ്ടെടുത്ത് അപ്പൊ ഷെയർ എന്നാണ് പറയാം. ഭയങ്കര ഷെയർ ചെയ്യാൻ എന്ത് തരില്ല. അവര് അത് ചെറുപ്പത്തിൽ സ്വീകരിക്കുകയാണ് നമ്മളില്ല. അങ്ങനെയാണല്ലോ. സ്വതവേ എല്ലാവരും സ്വാർത്ഥരാണ്. അത് എപ്പോഴെങ്കിലും പുറത്തു വരികയും ചെയ്യും. കല്യാണം കഴിഞ്ഞിട്ട് വീണ്ടും ചോദിച്ചു കല്യാണം എല്ലാം കിട്ടിയില്ല, എന്ത് പുറത്തു വരും നേരം അതല്ലേ? അപ്പൊ അങ്ങനെ എന്നാ ചെറുപ്പത്തിൽ ഒരുമിച്ച് കിടന്ന് കളിച്ചല്ലേ എല്ലാം പോകും. എന്ത് വരുമ്പോ പ്രാർത്ഥന വരുമ്പോ ഒക്കെ പോകും. അങ്ങനെ ചെറുപ്പത്തിൽ ചെയ്യിക്കണം. ഞാൻ എങ്ങനെയാണ് ചേട്ടനോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ മോശമായിട്ട് പെരുമാറിയത്? എന്റെ സ്വാർത്ഥത ഉണ്ടാകും. സമൂഹത്തിൽ ഞാൻ ഒറ്റപ്പെട്ടത് എങ്ങനെയാണ്? എന്റെ സ്വാർത്ഥത ഉണ്ടാകും. എന്തുകൊണ്ടാണ് ആൾക്കാർ എന്നോട് അടുക്കാത്തത്? എന്റെ സ്വാർത്ഥത ഉണ്ടാകും. അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് തിരുത്തേണ്ടത് ആരാണ്? അവിടെയാണ് തിരുത്തേണ്ടതാണ്.
അവനെ തന്നെ തിരുത്തണം. ഇതിലൊന്നും നമ്മളെ വേറെ ആർക്കും സഹായിക്കാൻ പറ്റില്ല. അവനെ തന്നെ തിരുത്തണം. ശരി. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കർമ്മം ചെയ്യുന്നു എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. നമുക്ക് വേണ്ടവരാണ് നമ്മൾ ചെയ്യുന്നത്, കർമ്മം ചെയ്യുന്നത്. അതല്ലോ. അതുകൊണ്ട് എന്ത് പറ്റി? ഈ ജനനം എന്ന ചക്രത്തിൽ പെട്ടുപോയി. അതാണ് നമ്മൾ പറഞ്ഞത്, കടുത്ത ഇരുട്ടിൽ വിട്ടു. പക്ഷെ ഇരുട്ടിൽ പെട്ടെന്ന് ഒരാൾക്ക് കാര്യം മനസ്സിലായി. അപ്പൊ ഭാഗവത ധർമ്മം നോക്കി. ഭാഗവത ധർമ്മം നോക്കിയിട്ട് എന്ത് പറഞ്ഞു? ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഭഗവാൻ സമർപ്പിച്ചിട്ട് ചെയ്യുന്നതാണ് ഭാഗവത ധർമ്മം. ഇതിൽ എന്താ പറഞ്ഞത്? കർമ്മഫലത്തില് കാക്ഷയില്ലാതെ കർമ്മം ചെയ്യുക. അത് പ്രയാസമുള്ള എന്ത് ചെയ്താൽ മതി? ഭാഗവത ധർമ്മം ചെയ്യിച്ചാൽ മതി. കർമ്മഫലമൊക്കെ ആർക്ക് കൊടുത്തേക്കണം? ഭഗവാൻ സമർപ്പിക്കണം. അതായത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ഉന്നതനായ ആൾക്ക് നമ്മൾ എന്ത് കൊടുക്കുകയാണ്? കർമ്മഫലത്തെ സമർപ്പിക്കുക. അതുകൊണ്ട് എന്തിന് രക്ഷപ്പെടാം? കർമ്മവാസനയിൽ നിന്ന് രക്ഷപ്പെടാം. മറ്റേ ചക്രത്തിൽ നിന്ന് തലയിടുക. കർമ്മചക്രം. പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജലരേശനം, വികസംസാരേ ദുഃഖാലേ ഹൃദയാത്മാലേ ആദികാലേ. ഇത് അറിയുന്ന ആൾക്കാർക്ക് തോന്നുള്ളൂ എനിക്ക് ഇവിടുന്ന് രക്ഷ വേണം എന്ന്. എല്ലാവർക്കും തോന്നണമെന്നില്ല. അവർക്കിവിടെ എന്തെങ്കിലും തൽക്കാലത്തേക്ക് എന്തെങ്കിലും ലാഭം കിട്ടിയാൽ കുട്ടികളാണ് ചെയ്യുന്നത് അല്ലേ? കാരണം നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ജീവിതമുണ്ട്. ജീവിതത്തിൽ നിങ്ങൾ പലതും ഇത്രേ ആഗ്രഹിച്ചിരിക്കും, എല്ലാം കിട്ടിക്കണമെന്നുണ്ടോ? രസം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ദുഃഖം വരുന്നത് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. മനസ്സിലാകുന്നുണ്ടല്ലേ? നമ്മൾ ഒട്ടും ആഗ്രഹിക്കാതെയും കൊതിക്കാതെയും നമുക്ക് ദുഃഖം ഉണ്ടാകുന്നില്ലേ? കണ്ടേ? അതുപോലെ തന്നെ സുഖവും വന്നുള്ളൂ. ഇത് മാത്രം നമുക്ക് മനസ്സിലാവില്ല. നമുക്കെന്തെങ്കിലും നല്ലത് വരുമ്പോ നമ്മൾ പെട്ടെന്ന് ഭഗവാന്റെ ഒക്കെ ആലോചിക്കും. അവിടെ അമ്പലത്തിൽ അത് ചെയ്തുകൊണ്ടാണ് ഇത് കിട്ടിയത്. എന്നാൽ അവിടെ അമ്പലത്തിൽ അത് ചെയ്തുകൊണ്ടാണ് നമുക്ക് ദുഃഖം ഉണ്ടായത്. നോക്കിയിട്ട് വരാതാണ് അല്ലാതെ. അതായത് നമ്മൾ ഒട്ടും പ്രാർത്ഥിക്കാതെയും ഒട്ടും ആഗ്രഹിക്കാതെയും നമുക്ക് ദുഃഖം വരുന്നുണ്ടെങ്കിൽ ഒട്ടും ആഗ്രഹിക്കാതെയും ഒട്ടും പ്രാർത്ഥിക്കാതെയും എന്തെന്നുള്ളത് സുഖം വരും. രണ്ടും ഒരുപോലെ തന്നെയാണ്. നമ്മുടെ പൂർവ്വജന്മാർജിതമായ കർമ്മങ്ങളുടെ ഫലം. മനസ്സിലാകുന്നുണ്ടല്ലേ? അതായത് ഒരു നാണയത്തിന്റെ അപ്പുറം ഇപ്പുറം പറഞ്ഞ ഇടയിലെങ്കിലും സുഖം തോന്നും. ഭാഗവത ധർമ്മം എന്താണ്? ഭാഗവത ധർമ്മം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഭഗവാനെ സമർപ്പിച്ച് ചെയ്യുമ്പോൾ പഠിച്ചാലത്തെ ലാഭം എന്താണ്? നമ്മൾ ഈ അന്തിലും ഇടപെടില്ല, സുഖത്തിലും ഇടപെടില്ല. കാരണം നമുക്കത് ശീലായി. എന്ത് ശീലായി? എന്റെയൊക്കെ കാര്യം കൈകൂടെ നോക്കിയ 11 തവണ ഒടിഞ്ഞതാണ്. കുറെ കഴിഞ്ഞപ്പോൾ നമുക്ക് ശീലായി. എന്ത് ശീലായി? അത്രേ ഉള്ള കാര്യം. അതൊക്കെ ഇപ്പോഴാണ് ഈ ഹൈജമ്പൊക്കെ ലോകജമ്പൊക്കെ ചാടുകയെ നല്ല രക്ത പോലെ സാധനങ്ങളൊക്കെ വന്നു വീഴുകയെ. ഞങ്ങളുടെ നേതൃത്വത്തിൽ അന്ന് രണ്ടും ചാട് നമ്മൾ ചാടുകയാണ്. അന്ന് നമ്മൾ ഈ ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ ചാട്ടത്തിലൊക്കെ പോകും. എടുത്ത് ചാടിയിട്ട് നമ്മൾ വീഴുന്നത് എങ്ങനെയാണെന്ന് വലിയ തീരുമാനമില്ല. എവിടെയെങ്കിലും കൂടി ആശു നോക്കുമ്പോൾ ചാടി ചെയ്യും. അന്ന് നേരെ കുറച്ച് മണലിട്ട് വരും. അത്രേ ഉള്ളൂ. ഇതിനകത്തൊക്കെ വീട്ടാലും തോണിലൊക്കെ ഫസ്റ്റ് മാറും, മുട്ടടിയും അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ല. അപ്പൊ പറഞ്ഞു വന്നത് സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ പോയി. ഇത് അറിഞ്ഞാൽ മതി അല്ലേ? സുഖമായാലും കൊള്ളാം, ദുഃഖമായാലും കൊള്ളാം, അനുഭവിക്കുന്ന സമയത്തിലുള്ളൂ അതിന് ദുരിതം. അത് കഴിഞ്ഞാലോ അതെല്ലാം പോയി. വേഗം ഒരു കഥയോടെ പറയാം. അത് തന്നെ ഉള്ളൂ. പണ്ട് സന്യാസിയുടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ, വളരെ പ്രിയപ്പെട്ട ശിഷ്യൻ. ആ കുടുംബത്തിൽ സന്യാസിക്ക് നല്ല സ്വാധീനമുണ്ട്. അങ്ങനെ ഇരിക്കുക, ശിഷ്യൻ മരിച്ചു. അപ്പൊ അവിടെ എല്ലാം ഒരു ദുഃഖ അന്തരീക്ഷമാണ്. സ്വാമി എന്ത് ചെയ്തു? അവിടെ ചെല്ലുന്നു. ഇത്തരം ആൾക്കാർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ സമാധാനിപ്പിക്കില്ല അല്ലേ? എന്ത് പറഞ്ഞിട്ട് ഇപ്പൊ സമാധാനിക്കാൻ പറ്റുക? എല്ലാവർക്കും തന്നെ പറയാനുള്ളത് ജനിച്ചാലും മരിക്കും, മനുഷ്യന്റെ കാര്യത്തിലൊക്കെയല്ലേ ഉള്ളൂ. ഇങ്ങനെ പലതും പറഞ്ഞ് സമാധാനിക്കും. ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. അതിനൊക്കെ കർമ്മമാണ്. സ്വാമിക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പറയുമ്പോഴും ഭാര്യയും മക്കളും കരച്ചു തന്നെയാണ്. കരച്ചു നിർത്തുന്നേയില്ല. ആര് മരിച്ചാലേ. ഇദ്ദേഹമാണെങ്കിലോ നല്ല പ്രൊഫഷനാണ്. കുറെ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരാറുണ്ട്. നമ്മുടെ സത്യനാരായണ സ്വാമിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഓർക്കുന്നുണ്ടല്ലോ. പെട്ടെന്ന് ദേഷ്യം വരും. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ദേഷ്യം വന്നിട്ട് പറയാം, എന്നോടല്ല കരയിൽ നിന്ന് പറഞ്ഞത്. എവിടെ നിന്നൊക്കെ പറയുന്നത്? മരണ വീട്ടിൽ നിന്നിട്ട് അവരുടെ ഒച്ചയിലാൻ തുടങ്ങി. പിന്നെ ബാക്കി ആൾക്കാരൊക്കെ വന്ന സ്വാമിയെ പൊക്കി വെച്ചിട്ട് പോയി. അങ്ങനെ ആളെ നിർത്തിയില്ല. ഇദ്ദേഹത്തിന്റെ ദേഷ്യം ചെയ്യുന്നില്ല. വേറെ ആളെ പറഞ്ഞിട്ട് കാര്യങ്ങളോടെ എന്ന് ബാക്കിയുള്ള
എന്നാ ആയിക്കോട്ടെ എന്ന് അദ്ദേഹം. പിന്നീട് 10-12 വർഷമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഭാഗത്തൊക്കെ സഞ്ചരിച്ച് കുറെ കാലം കഴിയുന്നത് തിരിച്ചു വരും നാട്ടിൽ. അങ്ങനെ വന്നപ്പോ ഈ ശിഷ്യന്റെ വീട്ടിൽ ചെല്ലുന്നു. അപ്പൊ അവരെല്ലാവരും ഭാര്യ മക്കളൊക്കെ ഗംഭീരമായിട്ട് സ്വീകരിച്ചു. കാലൊക്കെ കഴുകി സ്വീകരിച്ചിരുത്തി. എന്നിട്ടോ അദ്ദേഹത്തിന് ചായ എടുക്കാനായിട്ട് ഭാര്യ പോകുന്നു, ശിഷ്യന്റെ ഭാര്യ പോകുന്നു. അപ്പൊ അദ്ദേഹം പറയാം 3 പേര് അവിടെ നിന്ന് ഇരിക്കുകയാണ്. എന്നിട്ട് പറയാം അന്ന് കഴിഞ്ഞതുപോലെ അതുപോലെ എപ്പോ കഴിയാൻ 12 വർഷം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ. എന്നാലും നമ്മൾ മലയാളികള് ഈ പണ്ട് ഞാന് എന്താ പറയാ 12 വർഷം ഇവിടെ സർക്കാരിൽ വന്നപ്പോ അന്ന് ഞാൻ അവിയൽ കഴിച്ചു. ഇപ്പോഴും പൊടി എവിടെ പോയിട്ടില്ല. കണ്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് വരുന്നു. നാട്ടിന്റെ അറ്റത്തോട്ട് പോയില്ല, വയറ്റിൽ വളരെ പോയി, എനിക്ക് എവിടെ പോയില്ല. ആ നാട്ടിലെ കൊണ്ട് നടക്കും, നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നു. അതല്ലേ കാര്യം അല്ലേ? അപ്പൊ ദുഃഖം പോലെ ഇതൊന്നും വിട്ടേക്കുക. ഏത് വിട്ടേക്കുക? സുഖം വിട്ടേക്കുക. സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ ഇത് ശീലിച്ചു കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോ നമുക്ക് ഞാൻ പറഞ്ഞല്ലേ വീണ്ടും വീണ്ടും ഒടിഞ്ഞൊടിഞ്ഞ് നമുക്കത് ശീലം. അതുപോലെയാണ് സുഖം. അപ്പൊ നമുക്ക് നിൽക്കട്ടെ, നമ്മളതില് കണ്ടവാനം ഇടപെടേണ്ടത്, ആവശ്യത്തിൽ കൂടുതൽ ഇടപെടേണ്ടത് എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ ഇത് സാധാരണ ഭാഗവത സാധന ചെയ്യുന്നവരുടെ ഒരു ലക്ഷണമാണ്. അവരോട് നമ്മൾ എന്നിട്ട് എന്തെങ്കിലും ഒരു സന്തോഷമുള്ള കാര്യം ചെയ്യും അല്ലേ? അതിന്റെ അങ്ങേയറ്റമാണ് ശ്രീരാമൻ. ശ്രീരാമനോട് വസിഷ്ഠമായിട്ട് വിളിച്ചിട്ട് ഒരു ദിവസം രാത്രിയിൽ പറയാം, സന്ധ്യയായിട്ടേ നാളെ നിനക്ക് ചക്രവർത്തിയായിട്ട് അഭിഷേകമാണ്. ശരി എന്നാലും പറഞ്ഞു. ശ്രീരാമൻ പറഞ്ഞു ഇംഗ്ലീഷിൽ ഓക്കെ എന്നാലും പറഞ്ഞു. ഇനി അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ അല്ലേ? പിന്നെയോ പിറ്റേ ദിവസം വെളുപ്പിനെ എന്നിട്ട് വസിഷ്ഠം പറയാം, ഇന്നലെ ഒരു അബദ്ധം പറ്റി, നീ കാട്ടിൽ പോകണം, രാജ്യം ഭരിക്കുന്ന ആരാണ്? ഇപ്പോ ഭരതനാണ് ഭരിക്കുന്നത്. അപ്പോഴും രാമൻ എന്താ പറഞ്ഞത്? ആ ഓക്കെ എന്നെ ആര് പറഞ്ഞത്? ശ്രീരാമൻ അല്ലേ? നമ്മളാണെങ്കിലോ അല്ലെ? അച്ഛൻ പറമ്പ് വീടെന്ന് വെച്ചപ്പോ വീടിന്റെ കൂടെയുള്ള 10 സെന്റും നിനക്ക്, വീടിന്റെ പുറകിൽ കുളമുള്ള 10 സെന്റ് അനിയന് സംബന്ധിച്ചു. ഓക്കെ അച്ഛാ എന്നാര് പറഞ്ഞു? നമ്മള് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അച്ഛൻ നമ്മുടെ വീട്ടിൽ വന്നിട്ട് പറയാണ്, ഇനി ഇന്നലെ തെറ്റിപ്പോയതാണ്, അവൻ സ്ഥിരം ജോലിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് വീടും അതിരിക്കുന്നപ്പോ മുമ്പിലത്തെ 10 സെന്റും അനിയന്, പുറകത്തെ കുളമുള്ള 10 സെന്റ് ആർക്ക്? നിനക്ക്. പിന്നെ അച്ഛൻ ഉണ്ടാവുക അവിടെ. എന്നാ ശ്രീരാമനോ അപ്പോഴും കുറിപ്പില്ല. രാമനെ കുറിച്ചിട്ട് വാൽമീകി മഹർഷി പല സ്ഥലത്തും പറയുന്നില്ലേ, 10,000-കണക്കിന് നദികള് കടലിലോട്ട് വന്ന് വീണ്ടും വെള്ളം കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നിട്ട് സമുദ്രം തുറന്നിപ്പോണില്ലല്ലോ അല്ലേ? ശ്രീരാമൻ സമുദ്രത്തെ പോലെയാണ്, വെള്ളക്കാർത്തല്ല, അക്ഷോഭ്യത ആർക്കണ്ട് രാമനുണ്ട്. നമ്മൾ പതുക്കെ ശീലാക്കാം. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ വെള്ളക്കാർത്തല്ല. ചിലർക്കത് ജന്മസിദ്ധമാണ്. പക്ഷെ അത് അഭ്യാസം ഉണ്ടാക്കിയില്ല. കാരണം ഇപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സന്തോഷം ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുക, ദുഃഖം ഉണ്ടാവുക, അപ്പൊ ഇത് ശീലമുള്ള ആൾക്കാർ, ജന്മസിദ്ധമായിട്ടുള്ള ആൾക്കാർ വരുമ്പോ നമുക്കൊരു സമാധാനം അല്ലേ? ആ ചേട്ടൻ വരുന്നുണ്ട്, സമാധാനം. അല്ലെങ്കിൽ ആ കിടത്തി വന്നല്ല ഒരു സ്വസ്ഥത. ഇനി എല്ലാവരും ചില ആൾക്കാർക്ക് ജന്മസിദ്ധമാണ്. അപ്പൊ നമ്മളും ഈ സിദ്ധി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? പരിശീലനം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മളതിന്റെ പ്രശ്നങ്ങളോട് പതുക്കെ എന്റെ വസ്തുക്കളിലേക്കും വ്യാപിക്കുക. ഞാൻ നിങ്ങളോട് വെറുതെ പറഞ്ഞതല്ല. ഈ പഴയ കാലത്ത് നമ്മൾ കൊണ്ടു നടന്ന സ്റ്റാമ്പ് ഒട്ടിച്ച ബുക്കൊക്കെ ഇല്ലേ, അന്നത് പോയിരുന്നെങ്കിൽ വലിയ സങ്കടമായിരുന്നു. ഇപ്പൊ ആ സാധനം തന്നെ നമ്മുടെ കയ്യിലില്ല അല്ലേ? ഇതേപോലെ ഓരോന്നും തിരിച്ചറിയും. അപ്പൊ നമുക്ക് എന്തിന്റെ രക്ഷപ്പെടാൻ പറ്റും? ആ വസ്തു ഉണ്ടാക്കുന്ന ദുഃഖത്തിന്റെ രക്ഷപ്പെടാൻ പറ്റും. കുറെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാ വസ്തുക്കളും ഇങ്ങനത്തെ തൽക്കാലത്തേക്കുള്ള സുഖത്തെ, എന്ത് വസ്തുക്കളും വ്യക്തികളും തൽക്കാലത്തേക്കുള്ള സുഖത്തെ. അപ്പൊ നമുക്ക് ഇടയ്ക്കെങ്കിലും തോന്നാം എന്ത് തോന്നണം? അപ്പൊ പിന്നെ നിരന്തരമായിട്ടുള്ള സുഖത്തിന് എന്ത് ചെയ്യണം? സ്ഥിരമായിട്ട് സുഖം വേണ്ടേ നമുക്ക്? തൽക്കാലത്തേക്ക് മതിയോ? നോക്കിയിട്ട് വരാം അല്ലെ? നമ്മുടെ കുട്ടികളുടെ ഈ തൽക്കാല സുഖത്തില് ഇപ്പൊ മക്കളില്ല, അമ്പലത്തിലൊക്കെ ആണെങ്കിലോ മക്കള് കല്യാണം നടന്നില്ല എന്ന് പറഞ്ഞ കരുതുന്ന ആൾക്കാരല്ലേ? ഇങ്ങനെയൊക്കെ നടന്നു പോയല്ലോ എന്ന് കരുതുന്നത് കുറവൊന്നുമല്ലല്ലോ. മക്കളില്ല എന്ന് പറഞ്ഞ കാര്യത്തിൽ ധാരണകളുണ്ട്.
ഇങ്ങനെ ഒരുത്തരാണെന്ന് എനിക്ക് ഉണ്ടായിരുന്ന പറയുന്ന അമ്മമാരും കുറവൊന്നുമല്ല. അപ്പൊ ഏതെങ്കിലും ഒരു വസ്തു കിട്ടിയത് കൊണ്ടോ നഷ്ടപ്പെട്ടത് കൊണ്ടോ സുഖവും ദുഃഖം മരണമൊന്നും ഇല്ല നമുക്ക്. മനസ്സിലാവുന്നുണ്ടല്ലേ? ആർക്കറിയാം? മനസ്സിലായ ആർക്കുള്ള അതായത് പോകെ 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 ഞാൻ ഈ പോകെ എന്ന് പറയുന്ന വയസ്സാകുമ്പോഴും എന്റെ വസ്തുക്കളിലുള്ള ഭ്രമം കുറച്ച് വെക്കുക. എന്നിട്ടോ കഴിയുന്നത്ര സമയം ഞാനായിട്ട് എനിക്ക് തീരുമാനിക്കും. മറ്റുള്ള ആൾക്കാരുടെ കാര്യം അവർ നോക്കിക്കോട്ടെ. ഗ്രഹപുത്രാദിചാരത്തിൽ ബന്ധിച്ചിരുന്നത് കൃഷ്ണാചാരത്തിലെ ഒരു സാമ്പത്തിക കുട്ടി ഉണ്ടാവുന്ന രുക്മിണി സൈന്യത്തിലൊരു അസ്ത്രം കല്യാണം നടത്തണം. അത്രയ്ക്കൊക്കെ മതി സാധാരണക്കാർക്ക്. അല്ലെ ഉള്ളിൽ കറക്കുക നിർത്തുക, അവരിവിടെ കിടന്ന് കറങ്ങുക. അങ്ങനെ കറക്കുന്നവർക്ക് ഈ ഭാഗവതം ശാസ്ത്രം എന്ന നിലയ്ക്ക് മനസ്സിലാവില്ല. അതാണ് എന്റെ പ്രശ്നം. ഇത് ആർക്കൊരു ബോധ്യമുള്ളത്? ഈ സിദ്ധാനന്ദ സ്വാമി പറയും, കഴുത്തിന് മുകളില് തല എന്നൊരു ഉപകരണം ഉണ്ട് ആർക്ക് നമുക്കൊക്കെ. അതിൽ കൂടി ഉള്ളവർക്ക് ബോധ്യം. എനിക്ക് ഇതുകൂടെ ഉപയോഗിക്കണം. നിങ്ങളുടെ തല കഴുത്തിന് താഴെ തലയുള്ള ഒരാൾ രാമായണത്തിലുണ്ട്. കവചെന്ന് പറഞ്ഞല്ലേ, ഉദരം ഭരണോ ജീവ പരാഗ ഗുണഭാഷണ കയ്യത്തിലെ അകാരായ എല്ലാത്തിന്റെയും തല വയറ്റിലാണ്. കോവിഡ് കൂടെ കഴിയുമ്പോൾ വീട്ടിലിരുന്ന് തിന്ന് ഇപ്പോ ഏറ്റവും അല്ലെ മുഴുവനും പലതരത്തിലെ കുക്കറി ഷോയാണ് അല്ലെ. വീടാന്തര ആൾക്കാരെ എന്ത് കാണിക്കുകയാണ്? അതങ്ങനെ ഉണ്ടാക്കാം, ഇതിങ്ങനെ ഉണ്ടാക്കാം. വൈദ്യുതിക സർവസാല അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയും, ഒരു സപ്താഹത്തിൽ ഒരു ദിവസം ചക്ക അവിയല്, ചക്ക തോരൻ, ചക്ക മെഴുകുവരട്ടി, പിന്നെയോ ചക്ക കൊണ്ട് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്, ചക്ക എരിശ്ശേരി, ചക്ക പായസം, മൊത്തം ചക്കയാണ്. അത് ഇദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ബാല്യക്കാരനോട് ഇദ്ദേഹം വിളിച്ചു, ഇതിന് കഴിയുമ്പോൾ ചക്കയുള്ള സമയമല്ല അല്ലെ, ഈ ചക്കയുടെ ഇതില്ലേ അരക്കില്ലേ, അതിനവിടെ മുളഞ്ഞിരുന്നോ ഉറപ്പാട് കഴിക്കുന്നതിന് അല്ലെ. ചക്ക അരക്ക് അതുകൊണ്ടൊരു വിഭവം ഉണ്ടാക്കാത്ത ഉണ്ടാക്കാം. ചക്ക അരക്കും അതെങ്ങനെ ഉണ്ടാക്കും? ആദ്യം അരക്ക് അതിന് പതുക്കെ എടുക്കുക, പിന്നെ വെയിൽ തെറ്റിട്ട് ഉണക്കണം. എന്നിട്ടോ അത് ചെറുതായിട്ട് മുറിച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കണം. ആണോ? പാചകക്കാരൻ പറഞ്ഞു അടുത്ത കൊല്ലം അങ്ങ് വരുമ്പോൾ ഉണ്ടാക്കാം. എന്നാൽ അപ്പം തന്നെ സത്താസം വിളിക്കുന്നു കേട്ടോ എന്നുകൂടി ആര് പറയും? വൈദ്യുതിക സംസ്ഥാനം ഓർത്തത് അദ്ദേഹത്തിന് ഈ ജൂണിൽ 100 വർഷം ആയിരുന്നു. 100 വയസ്സാകുമായിരുന്നു. 100 വയസ്സാകും. ഞങ്ങള് ആചാര്യന്മാരെല്ലാവരും കൂടെ അദ്ദേഹത്തിന്റെ ഈ 100 വയസ്സാകുന്ന പിറന്നാൾ ആഘോഷിച്ച് ഒരു സത്രം നടത്താൻ ഡേറ്റും തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ സമ്മതം വാങ്ങിക്കാണ്. പക്ഷെ കഴിഞ്ഞ മാസം മരിച്ചിട്ട് ചിലപ്പോ ആ സത്രം ചിലപ്പോൾ നടന്നേക്കും. അറിയില്ലായെങ്കിലും നമ്മൾ തീരുമാനിച്ചതായതുകൊണ്ടേ മുഴുവൻ ആചാര്യന്മാരും തൃശ്ശൂർ കാണും. ആരും ഒരു സത്താപം വേറെ കേൾക്കുന്നില്ല. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അദ്ദേഹത്തിന് ട്രിബ്യൂട്ട് അല്ലേ അത് കൊടുക്കാം എന്ന് ആലോചിച്ചിട്ടുണ്ട്. വലിയൊരു നിങ്ങൾ വെറുതെ വൈദ്യുതിക സർവസാധാരണ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു പ്രഭാഷണം നിങ്ങൾ കേൾക്കില്ല. നല്ല രസമായിട്ട് കേൾക്കാം. പ്രൊഫസർ വൈദ്യുതി ശർമ്മ 100 വയസ്സായത്. കഴിഞ്ഞ വർഷം പോലും ഗംഭീരമായിട്ട് പ്രഭാഷണം നടത്തി. മായായിട്ട് മായത്തെ കൂടെ ലണ്ടനിലായിരുന്നു. ഇവിടെ വീട്ടിൽ വന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ട് മരിച്ചായിരുന്നു. 100 വയസ്സായ ഇതിനൊപ്പം മരിക്കണമെന്ന് ചോദിച്ച പോലെ അല്ലേ എനിക്കിന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അമ്മ എന്ന് ചോദിച്ചതാണ് വിദ്യകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കർമ്മം ചെയ്ത് ഇരുട്ടിൽ പെട്ടു. എന്തിനു ഇരുട്ടിലാണ്? അപ്പൊ ഇരുട്ടിൽ പെട്ടു എന്ന് ഉറപ്പുള്ള എന്ത് ചോദിക്കും? ഒരു പ്രകാശത്തിന് ചോദിക്കും. അതാരെ ചോദിക്കുള്ളൂ? മറ്റേത് പറഞ്ഞാൽ വെളിച്ചം ദുഃഖമാണെന്ന് എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ കിടക്കുകയുള്ളൂ. വെളിച്ചെന്നൊരു സംഭവം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാലേ എന്നെ അന്വേഷിക്കുള്ളൂ. മനസ്സിലാകുന്നുണ്ടല്ലേ? ഈ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെയുള്ള പ്രതിരോധം എന്ന് പറയും. നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ നെഗറ്റീവ് എഡ്യൂക്കേഷൻ അത് കേരളത്തിലേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ ദുര്യോധനയും സഭയ്ക്കും അമ്പലം ഉണ്ടാക്കിയത്. ഗുരുവായൂരപ്പം അതിൽ മര്യാദയ്ക്ക് എത്ര അമ്പലങ്ങളും ഭഗവാന്മാരും നമുക്കുണ്ട്. എന്നിട്ട് നമുക്ക് എവിടെ പോകണം? ഇത് ഈ വില്ലനെ ആരാധിക്കുക അല്ലെ? ഇതൊക്കെ കേരളത്തിലെ ഒരു സ്വഭാവമൊക്കെ. അതാണ് നമുക്ക് കൃഷ്ണൻ ചെയ്ത് ശരിയായില്ല, കർണന ശരിയായില്ല. ആരും ചെയ്യും അത്യുചേതന മോശക്കാരുന്നത് രാവണനെ വിളിക്കുന്ന ഇതൊക്കെ ചർച്ച എവിടെയുള്ളൂ? ഇത് ഈ കേരളത്തിലേ ഉള്ളൂ. നമ്മൾ ആഗ്രഹിക്കാണ് കൃഷ്ണന്റെ ആൾക്കാർ കംസന്റെ ആൾക്കാർ രണ്ട് ഗ്രൂപ്പേ ഉള്ളൂ ഇവിടെ.
നമ്മുടെ ഏത് ഗ്രൂപ്പിലാണ്? ചുമ്മാ പറയാ. എന്നിട്ട് ഈ കംസന്മാരൊക്കെ കൂടെ നമ്മുടെ നാടൊക്കെ എങ്ങനെ പിടിക്കുകയാണ്. ഇവിടെ ഈ പറയല് മാത്രമേ ഉള്ളൂ എന്നാണ്. അത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ആത്മചിന്തയും അധർമ്മചിന്തയുണ്ട്. പക്ഷേ കൂടുതൽ സമയം ഇത് പ്രബലമായിട്ടില്ല. ഏത് പ്രബലമായിട്ടില്ല? നമ്മൾ ഇന്നലെ ചോദിച്ചാലല്ലേ തെറ്റ് ചെയ്യുന്ന ആർക്കെങ്കിലും ഇഷ്ടമാണോ? അല്ല. എന്നിട്ട് ഇത് ചെയ്യില്ലേ? ഇതാണ് നമ്മുടെ അവസ്ഥ. പക്ഷെ നമ്മളുകൊണ്ടാണ് അല്ലെ അതിനെ ഒതുക്കേണ്ടത്. ഏതിനെ ഒതുക്കേണ്ടത്? അത് ചെയ്യാൻ പാടില്ല. ആ അറിവ് കൊടുത്തില്ലെങ്കിൽ ചോദിക്കും, കൈക്കൂലി വാങ്ങിക്കുന്നത് ശരിയാകാം. അല്ല, നിങ്ങൾ വാങ്ങിക്കുമോ? ഇല്ല. എന്താ വാങ്ങിക്കാത്തത്? അവസരം കിട്ടാത്തത്. നിങ്ങൾക്ക് അനുവദിച്ചിട്ട് നിങ്ങൾ ഇത് വാങ്ങിക്കും. ഇതിനുള്ള കാര്യം നമ്മുടെ നമുക്കല്ലാണ്ട് എന്താ ധർമ്മചിന്ത നമ്മൾ വളർച്ചാലല്ലേ നമുക്ക് മറ്റത് തോന്നുള്ളൂ. അതില്ല. നമ്മൾ ഇരുത്തി കിടക്കണം. നമുക്ക് ദുഃഖം മറ്റേതാണ്. വെളിച്ച ദുഃഖമായതുകൊണ്ട് നമ്മളവിടെ കിടക്കുകയാണ്. മലയാളി സ്വഭാവമാണ്. അതിങ്ങനെ ആൾക്കാർ പാടുന്ന നടക്കുമ്പോൾ എനിക്കെന്നെ സങ്കടം തോന്നും. എന്തുമാണ് ഏത് മതിയെന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ്. ഗർഭത്തിൽ കിടന്നിട്ട് അവിടെ നിന്നും പറയുന്നുണ്ട്. ഗർഭത്തിൽ കിടന്നിട്ട് അന്ന് നമ്മൾ നല്ല പ്രകാശത്തിലായിരുന്നു. അവിടെ അമ്മയുടെ വയറ്റിലെ അവിടെ അറിവിന്റെ പ്രകാശമാണ്. അതുകൊണ്ട് സാധാരണ ശങ്കരാചാര്യ സ്വാമികൾ പറയും, സാധാരണക്കാരൻ ഉറങ്ങുന്ന സമയത്ത് ജ്ഞാനി ഉണർന്നിരിക്കും, ജ്ഞാനി ഉറങ്ങുന്ന സമയത്ത് സാധാരണക്കാരാണ്. ഇപ്പൊ ഈ ഭൗതിക ലോകത്ത് ഒരു ജ്ഞാനിയെ കൊണ്ടിരിക്കും കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? സ്വാമി ചായ കടപ്പമുള്ളത് കടപ്പില്ലാത്ത, മധുരമുള്ള മധുരമില്ലാത്തത്, പാലിച്ചതോ പാലില്ലാത്ത, ഇതിൽ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ട് എന്ന് ആരും പറയുള്ളത്? ഇല്ലെങ്കിലും കുഴപ്പമില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? ജ്ഞാനി അവിടെ ഉറങ്ങിയിരിക്കുക. നമ്മളോ അവിടെ നമ്മൾ തകർത്ത് കളിക്കുക. ഏത് കളിക്കാണ്? 4 പേര് കൂടി ചായക്കടത്തിന് എന്ത് പറയും? ഒരാൾക്ക് അടിച്ചത്, ഒരാൾക്ക് പതഞ്ഞത്, ഒരാൾക്ക് അടിക്കാത്തത് അല്ലെ? ഇത് ഉണ്ടാക്കുന്ന ആളെ കപ്പും ഗ്ലാസ് എടുത്തില്ല, നിങ്ങൾ ഉണ്ടാകുന്ന ഉണ്ടാക്കി കഴിച്ചത് പറഞ്ഞില്ലേ മനസ്സില്ലേ? വീട്ടിൽ ഭാര്യ ഉണ്ടാക്കുമ്പോൾ മിണ്ടാതെ കഴിച്ചോണ്ട് പോകുന്നവരാണ് അതൊക്കെ എന്താ പറയുന്നത്? ഈ പാടുപെടുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇരിക്കുക, അടുത്ത് ഇരിക്കുകയാണ്, ഇരുട്ടാണ് ബോധ്യമാകുന്നില്ല. ഗർഭാത നിർജ്ജക വിഷയ ബഹിരംഗ ഭൂമി അന്ന് നമ്മൾ പ്രാർത്ഥിച്ചതാണ്. അമ്മയുടെ വയറ്റിൽ കിടന്ന് നമ്മൾ വലിയ മാസിക്കല്ലേ. അപ്പോ ഗർഭത്തിൽ കിടന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചതാണ്, പുറത്തെ ഇരുട്ടിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും നോക്കുമ്പോ അമ്മയുടെ വയറ്റിൽ ഇരുത്താന്നല്ലേ നമുക്ക് തോന്നാം. മനസ്സിലാകുന്നുണ്ടല്ലോ? പക്ഷെ അവിടെ കിടന്നപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാണ്? രാമായണത്തില് ഈ സമ്പാദി വാക്കുകൾ ആ ഭാഗത്തിൽ ഗർഭത്തിലുള്ള കുട്ടിയുടെ അവസ്ഥ പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് 2 കൈയും തൊഴിൽ പിടിച്ചിട്ട് നാരായണ സ്വാമി തന്നെ ഗതിയുള്ളൂ എന്ന് പ്രാർത്ഥിച്ചവരാണ് നമ്മൾ. എന്നിട്ട് ഈ പ്രസൂതി ബാലികൻ പ്രവർത്തിച്ചപ്പോ പുറത്തിലാക്കിയതാണ്. അതോടെ കഴിഞ്ഞ വർഷം പറഞ്ഞു അവിടെ കിടന്ന് പ്രാർത്ഥിച്ചത്. ഇപ്പൊ ഇവിടെ പ്രകാശം അവിടെ ഇരിക്കുകയായിരുന്നു. എവിടെയായി അങ്ങനെ അർത്ഥം. സത്യത്തിൽ നമ്മുടെ ഉള്ളിലാണ് പ്രകാശമുള്ളത്, പുറത്തല്ല. അപ്പൊ നമ്മള് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പെട്ടെന്ന് പവർ കട്ട് സമയത്ത് നിങ്ങളുടെ വീടൊക്കെ ഓർക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ പവർ കട്ടല്ലേ? അവിടെ ആയിരിക്കും നിങ്ങൾക്ക് അടുക്കളയൊക്കെ കാണാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ഇരുന്നിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഉള്ളിൽ പ്രകാശത്തിലാണ് കാണുന്നത്. പുറത്ത് ഇരുട്ടുവന്നു, ഇങ്ങനെ പവർ കട്ട് വന്നപ്പോ ഇരുട്ടുവന്നു. പക്ഷെ അകത്തോ ഇങ്ങനെ വീട് ഓർക്കാൻ പറ്റുന്നില്ലേ? ഇരുന്നിട്ട് അമ്പലം ഓർക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഒന്നുമില്ല വേണ്ട അല്ലേ? നിങ്ങൾ ഈ അങ്ങനത്തെ ജംഗ്ഷൻ ഉണ്ടല്ലേ? ഇത് കുറച്ചുകൂടെ പടിഞ്ഞാറ് കുത്തേക്ക് തന്നെ ആ ചവിട്ടുകരി പിന്നെ ഇൻഷുറൊക്കെ വെറുതെ വെക്കാം. അങ്ങനെ ചവിട്ടുകരി ജംഗ്ഷൻ ഓർക്കാൻ പറ്റുന്നില്ല. ഇടത്തേക്ക് ഓട്ടോ അതിന് വലത്തേക്ക് ഓട്ടോക്കെ കാര്യപ്പെട്ടാകുന്നുണ്ട്. അതല്ലേ? പിന്നെയോ ഇടത്തോട്ടും വലത്തോട്ടും തിരിയാൻ വരാതെ വർത്തിക്കുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? എന്നാലും ബന്ധു ദിവസം അവിടെ നിന്ന് ആരുമില്ല, അത് ഓർക്കാൻ പറ്റുന്നില്ലേ? ബന്ധു ദിവസം ആരെങ്കിലും ഞാൻ നിങ്ങളോട് പറയാണ്, സാധാരണ ഒരു ദിവസം പോലെ ഓർക്കാൻ പറ്റുന്നില്ല. ഇത്രയൊരു കാര്യം നമ്മുടെ ഉള്ളിൽ നല്ല പ്രകാശമായതുകൊണ്ട് ഇതൊക്കെ ബന്ധു ദിവസം വണ്ടി ആരും ഉണ്ടെന്നാ ഇവിടെ ഉണ്ടെന്നാണ്. അവിടെ വണ്ടി ഉണ്ടാകും. ആരും ഉണ്ടെന്ന് തിരക്കും വേറൊക്കെ എല്ലായിടത്തും അങ്ങനെയാണ്. ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. ഞാൻ ശബരിമലയ്ക്ക് പോയിട്ട് വന്നിട്ട് സ്വാമി ആസനത്തിൻ്റെ കാലത്ത് എല്ലാ അരോണയൊക്കെ മറ്റേ വെള്ളത്തിനകത്തു. അപ്പൊ പിന്നെ കഴിക്കാം. അത് അങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ. ഇത് കുതിർന്നിട്ട് കഴിക്കാം എന്ന് വെച്ചിട്ട് എന്നിട്ട് അരോണ എല്ലാവർക്കും കുറേശ്ശെ തന്നു.
എന്നിട്ട് ഈ അയാളെ വരുമ്പോ അയാൾ പറയുകയും ചെയ്തു എന്തിനു തിരക്കാ കഴിയാ ഇപ്പൊ സ്വാമിജി പറയാൻ കഴിച്ചുകൊണ്ട് പറഞ്ഞു ആ പോയിട്ടാണ് ആര് പോയിട്ടാണ് ഞങ്ങൾക്ക് അവിടെ ഒരു തിരക്കില്ല ഞങ്ങളുടെ സ്വസ്ഥായിരിക്കുന്നു അല്ലെ ഒരുത്തിന് അവിടെ കണ്ടമാനം തിരക്കിൽ പോയി അങ്ങോട്ട് പോയതാണ് ഇത് തിരിച്ചു വന്നിട്ട് പറയാണ് എന്താ നമുക്ക് വല്ല തിരക്കുള്ളൂ ഇത് നമ്മൾ അങ്ങോട്ട് പോയി എഴുതിന്റെ ആരെയാണ് ഈ കുഴപ്പത്തിലുണ്ട് ഈ നമ്മുടെ മെമ്പർമാരെ കൗൺസിലർമാരൊക്കെ ഇല്ലേ നമ്മൾ നിർബന്ധിച്ചിട്ടാണ് ഇവരെ കൗൺസിലറാക്കുന്നത് അങ്ങനല്ല അല്ലെ രണ്ട് കൗൺസിലറായിട്ട് നമ്മൾ വല്ല കല്യാണത്തിന് ചോറിനോ ഗൃഹപ്രവേശത്തിന് വിളിച്ചാലോ ഇവിടെ വരും നമ്മുടെ ശിക്ഷണിക്കൂ ഈ 3-4 പരിപാടികളുണ്ട് ഒരൊറ്റ ഓട്ടാക്കും അല്ലേ അങ്ങനെ 11 മുതൽ 2:30 വരെ കക്ഷി എവിടെയെങ്കിലും ഓടി നടക്കും ചെല്ലുന്നിടത്തല്ല ഇത് തന്നെ പറയും മിക്ക നേരം എത്ര സ്ഥലത്ത് ചെല്ലണം എന്നില്ല വീട്ടിൽ ചെന്നിട്ടെത്തി കലോത്സവ പഠനത്തിൽ എടുത്ത് കുത്തി സ്ഥലത്ത് കളഞ്ഞിട്ട് പാവത്ത് വരികയാണ് ആരോഗ്യം നിർബന്ധിച്ചാകില്ലേ ഇങ്ങനെ സകലതും വലിച്ചെടുത്തിട്ട് നമ്മുടെ തലയിൽ വെച്ചിട്ട് പരിക്രമിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് അപ്പൊ ഇത് തിരിച്ചറിഞ്ഞ ആൾക്കാരെന്ത് ചോദിക്കും ഒരു പ്രകാശം വേണം എന്ന് ചോദിക്കും അമ്മ പറയാറ് ഞാൻ പ്രകാശമാണ് ചോദിച്ചത് അതുകൊണ്ട് സൂര്യനെ പോലെ ഭഗവാൻ തന്നെ മകനായിട്ട് വരുന്നു നമ്മളൊരു ടോർച്ചോ വെളിവിലെ കിട്ടുമെന്ന് വിചാരിച്ചുള്ളൂ പക്ഷെ ഇപ്പൊ ആര് തന്നെ വന്നു ഭഗവാൻ തന്നെ വന്നു അപ്പൊ പിന്നെ എന്റെ അജ്ഞാനം തീർക്കാൻ ആര് തന്നെയാണ് യോഗ്യൻ നീ തന്നെയാണ് യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ആരെ നമസ്കരിച്ചു ഭഗവാനെ നമസ്കരിച്ചു നമ്മളിത് വീണ്ടും പറയും ഇത് ഹെഡിങ് മാത്രം പറയാം മാത്രമല്ല അതുകൊണ്ട് ഹെഡിങ് മാത്രം പറയാം എന്ത് സത്സംഗത്തിന്റെ മഹത്വം 5 തരം യോഗമാർഗങ്ങൾ കാലം എന്നാൽ എന്താണ് ജീവന്റെ ഗതി ഇത്രയും വിഷയമാണ് അമ്മ ആർക്ക് പറഞ്ഞു കൊടുത്തത് മകന് പറഞ്ഞു കൊടുത്തത് എന്തൊക്കെ പറഞ്ഞു കൊടുത്തു സത്സംഗത്തിന്റെ മഹത്വം 5 തരം യോഗമാർഗങ്ങള് ഇനിയോ കാലം എന്നാൽ എന്താണ് ജീവന്റെ ഗതി ഒരാള് സനാതന ധർമ്മത്തിലാണ് ജീവിക്കുന്നതെന്ന് ഉറപ്പാക്കാൻ ഇത്രയും വിഷയം പഠിക്കുക അല്ലെന്നുണ്ടെങ്കിലോ പെട്ടെന്ന് മറന്നായി പോകും അങ്ങനെ പെട്ടെന്ന് നല്ല സോപ്പിനിക്ക് അങ്ങനെയൊക്കെ കുട്ടി കാണിച്ചാൽ മതി എഴുതക്കൊണ്ടിരായും അപ്പുറത്തേക്ക് ചാടി മനസ്സിലാകുന്നില്ല അല്ലെ ഒരാള് നമ്മുടെ ധർമ്മം എന്ന് പറഞ്ഞിട്ട് ഒരു ആചരണമാണ് ധർമ്മമാണ് ഇത് ആചരിക്കുക വേണ്ടതേ ഇത് ആചരിക്കണമെങ്കിൽ എന്ത് വേണം അതിന് പ്രാഥമികമായ ഒരു അറിവ് വേണം അതാണ് ഈ പറഞ്ഞത് എന്തെല്ലാം പറഞ്ഞു സത്സംഗത്തിന്റെ മഹത്വം പറഞ്ഞു ആ ചുരുണ്ടിരിക്കുന്നതിനെ കൂടെ ഒന്ന് തോന്നിയത് ആരോട് തിരിച്ചു പറഞ്ഞു സത്സംഗത്തിന്റെ മഹത്വം 5 തരം യോഗമാർഗങ്ങൾ കാലം എന്നാൽ എന്താണ് ജീവന്റെ ഗതി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഓരോന്ന് നടന്ന് എനിക്ക് ഒഴിവ് കിട്ടുമ്പോ സംസാരിക്കുകയും ചെയ്യാം യാദേശിയാണ് ഇനി ധാരാളം പറയാം സമയപ്രകാരം പറയാം 3/4 മണിക്കൂർ നിങ്ങൾ വിശ്രമിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിയുകയോ ചെയ്തിട്ട് വളരെ വേഗം തിരിച്ചു വരിക 10 മുതൽ 10 മണിക്ക് ശേഷം പ്രഭാഷണം ആരംഭിക്കുന്നതാണ് ആൾക്കാർ എല്ലാവരും തിരികെ രക്ഷയാകാൻ കല വിസ്തരിച്ചിട്ട് എത്തിയത് श्रीमद्भागवते समर्थस्मध्ये अथ 10 अध्याय